ശ്രേഷ്ഠന്മാരായ കർത്തൃദാസന്മാരും ദൈവമക്കളും, നിങ്ങൾക്കെല്ലാവർക്കും യേശുക്രിസ്തുവിൻ്റെ വന്ധ്യനാമത്തിൽ എൻ്റെ കുടുംബത്തിൻ്റെ വിനീതമായ സ്നേഹവന്ദനം പറയുന്നു. കഴിഞ്ഞ സഭായോഗത്തിൽ ഞാൻ ചർച്ചയിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്നതിൻ്റെ പേരിൽ മാത്രമല്ല, പാസ്റ്റർ ഇന്നും ഞങ്ങളെ നന്നായി പരിചയപ്പെടുത്തി. അതുകൊണ്ട് ഇനി പരിചയപ്പെടുത്തലിലേക്കോ സാക്ഷ്യത്തിലേക്കോ ഒന്നും പോകാതെ ബാക്കി കിടക്കുന്ന സമയം നമ്മുടെ കർത്താവിനെ കുറിച്ച് പറയാൻ വേണ്ടി കർത്താവിൻ്റെ കൃപയിൽ ഞാൻ ആശ്രയിക്കുന്നു. ദൈവമായ കർത്താവിൻ്റെ സന്നിധിയിലായിരിക്കുന്ന എല്ലാവരോടും ദൈവമായ കർത്താവ് വളരെ ശക്തമായി ഇടപെടട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണ്. ആത്മീക ശുശ്രൂഷയ്ക്കെല്ലാം ഒരു കാണുന്ന വശമുണ്ട്, കാണാത്ത വശമുണ്ട്. നമ്മുടെ യോഗത്തിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇതാണ്. ഈ കാണുന്ന വശത്ത് 10, 25, 50 ആളുകൾ കൂടി പാട്ടുപാടി പറഞ്ഞു കേട്ടു പഞ്ചേന്ദ്രിയങ്ങൾക്ക് വിധേയപ്പെടുന്ന മണ്ഡലങ്ങളിൽ മാത്രമാണ് ഇത് ഫലിക്കുന്നുള്ളൂ എങ്കിൽ നമ്മുടെ യോഗം വിജയിക്കില്ലായിരുന്നു. നമ്മുടെ യോഗങ്ങളുടെ വിജയ രഹസ്യം നമ്മുടെ ഈ ആത്മതലത്തിൽ അല്ലെങ്കിൽ നമ്മൾ ഈ വീടിനകത്ത് ഇരിക്കുമ്പോൾ തന്നെ കണ്ണുകൊണ്ട് കാണാൻ കഴിയാത്ത മണ്ഡലത്തിൽ ദൈവത്തിന്റെ വലിയ പ്രവർത്തികൾ നടക്കുന്നുണ്ട്. അത് തന്നെ ഒരു നീണ്ട സബ്ജക്റ്റ് ആയിരിക്കാൻ അതിനൊരു എക്സ്പ്ലനേഷൻ തരാൻ ഇന്ന് രാത്രികാലം നിർവാഹമില്ലെങ്കിലും ഞാൻ ആകാംക്ഷയോടെ ഇരിക്കുന്നവർക്കൊരു വാക്യം പറഞ്ഞു തരാം. വിശുദ്ധ മർക്കോസിന്റെ സുവിശേഷത്തിലെ 16-ാം അധ്യായത്തിലെ അവസാനത്തെ 2 വാക്യങ്ങളുടെ ഒരു പാരഗ്രാഫാണ്. 19-20 എന്നാണ് എനിക്ക് എൻ്റെ വിചാരം. അവിടെ സൂക്ഷ്മമായി പരിശോധിച്ചാൽ മർക്കോസ് സുവിശേഷം എഴുതി അവസാനിപ്പിക്കുമ്പോൾ ഇങ്ങനെ പറയുന്നത്: ഇങ്ങനെ കർത്താവായ യേശുക്രിസ്തു അവരോട് അരുളിച്ചെയ്ത ദേശം സ്വർഗത്തിലേക്ക് എടുക്കപ്പെട്ട് പിതാവായ ദൈവത്തിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു. സ്തോത്രം. ആ വാക്യത്തിന്റെ അർത്ഥം നിങ്ങൾക്ക് പിടികിട്ടി കാണും. 33.5 വർഷക്കാലം നമ്മുടെ കർത്താവായ യേശു ഭൂമിയിൽ ഉണ്ടായിരുന്നു. അക്ഷരീകമായി അവസാനത്തെ 3.5 വർഷക്കാലം തന്റെ പൊതുശുശ്രൂഷയിലായിരുന്നു. നാടെങ്ങും നന്മ ചെയ്ത് പാപികളെ പാപമോചനത്തിലേക്ക് നയിച്ച് ഭൂതങ്ങളെ പുറത്താക്കി മരിച്ചവരെ ഉയർപ്പിച്ച് രോഗികളെ സൗഖ്യമാക്കി അങ്ങനെ താൻ ദൈവത്തിന്റെ പുത്രനാണ് തെളിയിച്ചു. എങ്കിലും യേശുവിന്റെ ആഗമനത്തിന്റെ ആത്യന്തിക ലക്ഷ്യം മനുഷ്യവർഗത്തിന്റെ പാപത്തിന്റെ പരിഹാരമായിരിക്കയാൽ പൊന്തിയോസ് പീലാത്തോസിന്റെ നാളിൽ കർത്താവായ യേശുക്രിസ്തു നീതിമാൻ എന്ന കോടതിയിൽ തെളിഞ്ഞെങ്കിലും ദൈവിക കോടതിയുടെ നിയമനപ്രകാരം കർത്താവിനെ ക്രൂശിക്കാൻ വേണ്ടി വിധേയപ്പെടുത്തി ക്രൂശിച്ചു. അരിമത്യാക്കാരൻ യോസേപ്പിന്റെ കല്ലറയിൽ അടക്കി. യേശു താൻ മുൻ പറഞ്ഞിരുന്ന പോലെ 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റു. ഏകദേശം 40-ൽ പരം ദിവസങ്ങൾ ഒരുപാട് ആളുകൾക്ക് പല ഘട്ടങ്ങളിലായി വേദപുസ്തകത്തിൽ 10, 12 പ്രാവശ്യം ഉയർത്തെഴുന്നേറ്റ യേശു പല ഘട്ടങ്ങളിൽ പ്രത്യക്ഷപ്പെട്ട രംഗം പറയുന്നുണ്ട്. അതിനുശേഷം കർത്താവായ യേശുക്രിസ്തു എടുക്കപ്പെട്ട് പിതാവിന്റെ വലത്തുഭാഗത്ത് ഇരുന്നു എന്നാണ് ഇപ്പൊ നമ്മൾ വായിച്ചത്. അപ്പൊ ദൗത്യ നിർവഹണങ്ങളെല്ലാം നിറവേറ്റി യേശു ഇപ്പോ സ്വർഗത്തിൽ പോയിരുന്നു. അങ്ങനെ പറഞ്ഞുകൊണ്ട് സുവിശേഷകൻ ആ പുസ്തകം അവസാനിപ്പിക്കാമായിരുന്നു. പക്ഷേ ഒരു വാക്യം കൂടി ബാക്കിയുണ്ട്. ആ വാക്യം ഇങ്ങനെയാണ്: അവർ പുറപ്പെട്ട് എല്ലായിടത്തും പ്രസംഗിച്ചു. ആരാ പുറപ്പെട്ടു പോയി പ്രസംഗിച്ചത്? അവന്റെ ശിഷ്യന്മാരാ. പത്രോസും യോഹന്നാനും അന്ത്രയോസും ഫിലിപ്പോസൊക്കെ അടങ്ങുന്ന ആ ടീം പാലസ്തീന്റെ മലമടക്കുകളുടെയും കടലോരങ്ങളുടെയും മുക്ക് ഗ്രാമങ്ങളിലെല്ലാം പോയി ഇവര് പ്രസംഗിച്ചു. അടുത്ത വാക്ക് നിങ്ങൾ ശ്രദ്ധിച്ചേ: കർത്താവോ അവരോടുകൂടെ പ്രവർത്തിച്ചും അവരാൽ നടന്ന അടയാളങ്ങളാൽ വചനത്തെ ഉറപ്പിച്ചും പോന്നു. അപ്പൊ നോക്കണം, തൊട്ട് മോണി പറഞ്ഞെന്താണെന്നറിയുമോ? യേശു സ്വർഗത്തിൽ പോയി ഇരുന്നു എന്നാ. അവിടെ പോയി ഇരുന്ന കർത്താവ് ഈ ഭൂമിയിൽ അവന്റെ ശിഷ്യന്മാർ ആരെങ്കിലും പ്രസംഗിക്കുമ്പോൾ യേശു സ്വർഗത്തിൽ നിന്ന് പ്രവർത്തിച്ചു എന്നല്ല വാക്യം, അവരോട് കൂടെ പ്രവർത്തിച്ചു. നിങ്ങൾ ഓർത്ത ഒരു പൊതുസ്ഥലത്ത് പത്രോസിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ അല്ലെങ്കിൽ പള്ളി സ്തോത്രം മുറ്റത്ത് അല്ലെങ്കിൽ മറ്റെവിടെയെങ്കിലും സ്ഥലത്ത് യേശു നിന്ന് പത്രോസ് ശിഷ്യന്മാരിൽ നിന്ന് ആ മാളികമുറിയിൽ നിന്ന് പ്രസംഗിക്കുമ്പോൾ തടിച്ചുകൂടി ആളുകൾ 11 കൂടെ നിൽക്കുന്ന പത്രോസിനെ കണ്ടോളൂ. ഈ വാക്യം പറയുന്നു, അവര് കണ്ടില്ലെങ്കിലും നമ്മുടെ കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുന്നുണ്ടായിരുന്നു. ക്രൈസ്തവ സഭ ഇത്രയും വളരാൻ കാരണം, ആളുകൾ മാനസാന്തരപ്പെടാൻ കാരണം, സ്തോത്രം, ആളുകൾ തീരുമാനമെടുക്കാൻ കാരണം ഈ ആത്മതലത്തിലുള്ള പ്രസംഗികളുടെ വാക്ചാതുര്യമല്ല, സ്തോത്രം, ബ്രെയിൻ വാഷ് ചെയ്യാനുള്ള കഴിവല്ല. ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു പ്രസംഗികളോട് കൂടെ പ്രവർത്തിക്കുന്ന ഒരു ദൈവമുണ്ട്. അത് ഇന്ന് രാത്രി ഇവിടെ വന്നിട്ടുണ്ടെന്ന് എന്റെ വിചാരം. അങ്ങനെ വിശ്വസിക്കുന്നവർ കാരണം ദൈവത്തിന് സ്തോത്രം ചെയ്യുക. ലോകത്തിൽ ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. മതപ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, രാഷ്ട്രീയ പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്, സാംസ്കാരിക പ്രസംഗങ്ങൾ,
എന്നിത്യാദി ഒരുപാട് പ്രസംഗങ്ങൾ നടക്കുന്നുണ്ട്. അതിൽ നിന്നൊക്കെ വ്യത്യസ്തമാണ് സുവിശേഷ പ്രസംഗം. അതിന്റെ പ്രത്യേകത, ആരെ പ്രസംഗിക്കുന്നോ അവൻ ഇവിടെ വരും. ഇന്ന് രാത്രി നമ്മൾ മഹാത്മാഗാന്ധിയെ കുറിച്ച് 1 മണിക്കൂർ ക്ലാസ് എടുത്താൽ അങ്ങനെ ഇവിടെ വരികയല്ല. സ്തോത്രം. കാരണം അങ്ങനെ തീർന്നൊരു കക്ഷിയാണ്. ലോകത്തിലെ ആരെ കുറിച്ച്, ശ്രീബുദ്ധനെ കുറിച്ചോ മറ്റാരെ കുറിച്ച് എത്ര ശക്തമായി ഊറ്റം കൊണ്ട് പ്രസംഗിച്ചാലും അവരാരും ഇവിടെ വരികയല്ല. എന്നാൽ ഈ വേദപുസ്തകം നമ്മളെ പഠിപ്പിക്കുന്നു, യേശുവിനെ പ്രസംഗിക്കുന്നിടത്ത് കർത്താവ് അവരോട് കൂടെ പ്രവർത്തിക്കുന്നു. ഞാൻ എൻ്റെ ഹൃദയത്തിലെ എൻ്റെ ഉള്ളിൽ അടുക്കി വെച്ചിരിക്കുന്ന ചിന്തകൾ, ഞാൻ പഠിച്ചതെല്ലാം മാറ്റി വെച്ചിട്ട് ഞാനിപ്പോൾ പറഞ്ഞതിൽ മാത്രം ആശ്രയിക്കുക. ഞാൻ കർത്താവിനെ പ്രസംഗിക്കാൻ, ദൈവമായ കർത്താവ് എന്നെ വിളിച്ചുകൊണ്ടിരിക്കാൻ, ദൈവദാസന്മാരെ വിളിച്ച് നിങ്ങളെ പറഞ്ഞ് വിളിച്ചാക്കി നമുക്ക് ഉറക്കാം, യേശുവിനെ പ്രസംഗിക്കുന്നിടത്തെല്ലാം കർത്താവ് വന്ന് പ്രവർത്തിച്ചോളൂ. പ്രവർത്തിക്കുന്നത് യേശുവാണ്, പ്രസംഗിക്കാനേ നമ്മളെ കൊണ്ട് കഴിയുള്ളൂ. ഈ യോഗം 9 മണിക്ക് തീരുന്നതിനേക്കാൾ മുമ്പ് അവന്റെ പ്രവൃത്തി കാണാൻ ഇടയാകട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട്, നിങ്ങളുടെ വിലപ്പെട്ട പ്രാർത്ഥന ചോദിച്ചുകൊണ്ട്, പത്രോസിന്റെ ലേഖനത്തിൽ ഒരു വാക്യം വായിച്ചുകൊണ്ട് അല്പം ചില കാര്യങ്ങൾ ലളിതമായി നിങ്ങളുമായിട്ട് പങ്കുവെക്കാൻ ആഗ്രഹിക്കുന്നു. 1 പത്രോസ് 2-ാം അധ്യായത്തിന് 4-5 വാക്യങ്ങൾ ഒന്നോടെ പറയുന്നു. 1 പത്രോസ് 2-ാം അധ്യായം 4-5 വാക്യങ്ങൾ. മനുഷ്യ തള്ളിയെങ്കിലും ദൈവസേനയെ ശ്രേഷ്ഠവും മാന്യമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആത്മീയ ഗ്രഹമായ യേശുക്രിസ്തു മുഖാന്തരം ദൈവത്തിന് പ്രസാദമുള്ള ആത്മീയവും കഴിപ്പാൻ തക്ക വിശുദ്ധ പുരോഹിത വർഗമാകേണ്ടതിന് പണിയപ്പെടുന്നു. മതി. സ്തോത്രം. കേട്ടോ, പത്രോസിന്റെ ലേഖനത്തിനകത്ത് എഴുതിയിരിക്കുന്ന ഒരു പ്രമേയം പത്രോസ് അവതരിപ്പിക്കുകയാണ്. മനുഷ്യർ തള്ളിയതെങ്കിലും ദൈവസന്നിധിയിൽ ശ്രേഷ്ഠവും മാന്യവുമായ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വന്നിട്ട് നിങ്ങളും ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ഭാഗം വിടുക. ഞാൻ അതിനകത്തുനിന്ന് ചിന്തിക്കാൻ പോകുന്ന ഭാഗം മാത്രം പുറത്തേക്ക് എടുക്കാം. പത്രോസ് പറയുന്നു, ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ആര് വന്നാലും ആ വരുന്നവനെല്ലാം ജീവനുള്ള കല്ല് പോലെ ആകാം. സ്തോത്രം. മനസ്സിലായോ? വേദപുസ്തകത്തിനകത്തെ പത്രോസിന്റെ ലേഖനത്തിനകത്തെ ഏറ്റവും ശക്തമായൊരു പ്രമേയമാണ്. നിങ്ങൾ കണ്ടെന്ന് വിചാരിക്കുന്നു. ഞാൻ ഒന്നോടെ പറയാം, അത്രയും നേരം നോക്കാവുള്ളത് കഴിഞ്ഞ പിന്നെ ബൈബിളിൽ തന്നെ നോക്കണം. സ്തോത്രം. കേട്ടോളേ, എന്താ പത്രോസ് പറഞ്ഞത് അറിയുമോ? യേശുക്രിസ്തു ജീവനുള്ള കല്ലാണ്. ജീവനുള്ള കല്ലായ അതെന്നല്ല പറഞ്ഞത്, ഒരു വ്യക്തിത്വം കൊടുത്താ പറഞ്ഞത് അവൻ. ഇപ്പൊ സംശയിക്കണ്ട. സ്തോത്രം. അവന്റെ അടുക്കൽ വന്ന ആർക്കും ജീവനുള്ള കല്ലായി മാറാം. ഞാൻ ആ ഭാഗത്തെ എനിക്ക് കിട്ടിയ കൃപയ്ക്ക് തക്കൊണ്ട് നിങ്ങളുമായിട്ട് പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുക. വളരെ പ്രാർത്ഥനയോടെ ദൈവസന്നിധാനത്തിൽ ഇരിക്കാൻ വേണ്ടി ഞാൻ അഭ്യർത്ഥിക്കുകയും ചെയ്യുന്നു. ഞാൻ ഈ വാക്യത്തിലേക്ക് വരുന്നു. എങ്കിലും പത്രോസിന്റെ ലേഖനത്തെ കുറിച്ച് ചെറിയ അവലോകനം പറഞ്ഞുകൊണ്ട് വേഗത്തിനകത്തേക്ക് കയറാം. പത്രോസിന്റെ ലേഖനത്തിന്റെ ശക്തമായ ഈ 1-ാമത്തെ ലേഖനത്തിനകത്ത് വാസ്തവത്തിൽ പത്രോസ് വിശദീകരിക്കുന്നത് കീഴ്പ്പെടുക എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് 5 അധ്യായങ്ങൾ നീണ്ടുപോകുന്നത്. സ്തോത്രം. ഈ ലേഖനത്തിനകത്ത് 6 കാര്യങ്ങളിൽ ഒരു വിശ്വാസി കീഴ്പ്പെടണമെന്ന് പത്രോസ് പറയുന്നുണ്ട്. അതിന്റെ ഒരു എക്സ്പ്ലനേഷൻ ആണ് വാസ്തവത്തിൽ. ആ വ്യൂവിങ് വായിച്ചാൽ പത്രോസിന്റെ 1-ാമത്തെ ലേഖനം ഒന്ന് മനസ്സിലാക്കാൻ കഴിയും. ഞാനൊന്ന് പറഞ്ഞു വിടാം. അങ്ങനെ പറഞ്ഞ സ്ഥിതിക്ക് 1-ാമത്തെ കീഴ്പ്പെടൽ, എന്തിനൊക്കെ കീഴ്പ്പെടണം ഒരു വിശ്വാസി, 6 കാര്യങ്ങൾക്ക് കീഴ്പ്പെടണമെന്ന ഈ ലേഖനത്തിൽ പത്രോസ് പറയുന്നത്. കേട്ടോളുക. 1-ാമത്തത് 2-ാം അധ്യായത്തിന്റെ 13-ാം വാക്യത്തിലാണ്. അവിടെ എഴുതിയിരിക്കുന്നു, സകല മാനുഷ്യ നിയമത്തിനും കർത്താവിൻ നിമിത്തം കീഴടങ്ങുവീൻ. സ്തോത്രം. ഒരു രാജ്യത്ത് ജീവിച്ചിരിക്കുമ്പോൾ, നമ്മൾ ഈ ഭൂമിയിലായിരിക്കുമ്പോൾ, മനുഷ്യന്റെ ഒരു രാഷ്ട്രത്തിന്റെ നിയമത്തിന് ഒരു വിശ്വാസി കീഴ്പ്പെടണമെന്ന് വേദപുസ്തകം നമ്മോട് പഠിപ്പിക്കുന്നു. 1-ാമത്തെ കീഴ്പ്പെടൽ ഒരു രാഷ്ട്രത്തിന്റെ, മനുഷ്യന്റെ ആണെങ്കിലും ആ നിയമത്തിന് കീഴ്പ്പെടുവീൻ. അടുത്തത് 14-ാം വാക്യത്തിലാണ് 2-ാമത്തെ കീഴ്പ്പെടൽ. അത് എഴുതിയിരിക്കുന്നത് ഇങ്ങനെയാണ്, ശ്രേഷ്ഠാധികാരി എന്ന് വെച്ച രാജാവിനും ദുഷ്പ്രവൃത്തിക്കാരുടെ ദണ്ഡനത്തിന് സൽപ്രവൃത്തിക്കാരുടെ മാനത്തിനുമായി അവനാൽ ദൈവത്താൽ അയക്കപ്പെട്ടവൻ എന്ന് വെച്ച് നാടുവാഴികൾക്കും കീഴടങ്ങണം. അപ്പൊ 2-ാമത്തെ കീഴടങ്ങൽ ആർക്ക് കീഴടങ്ങണം? ഭരിക്കുന്നത് ആരാണോ, ഏത് പാർട്ടിയാണോ, സ്തോത്രം, ആ ഭരണകർത്താക്കൾക്ക് കീഴടങ്ങണം, നാടുവാഴികൾക്ക് കീഴടങ്ങണം എന്നാണ് 2-ാമത്തെ കാര്യം. സ്തോത്രം. 1, 2 കാര്യം നോക്കണം. 3-ാമത്തെ കീഴടങ്ങൾ 18-ാമത്തെ വാക്യത്തിലാണ്. എന്തെഴുതിയിരിക്കുന്നത്? വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ യജമാനന്മാർക്കും നല്ലവർക്കും ശാന്തന്മാർക്കും മാത്രമല്ല മൂർഖന്മാർക്കും കൂടെ. ഇവിടെ വേലക്കാരെന്ന് പറയുമ്പോൾ ഞങ്ങളെ പോലെ ഉപദേശിമാരാണെന്ന് വിചാരിക്കരുത്. മറ്റു ട്രാൻസ്ലേഷനുകൾ നോക്കുമ്പോൾ ഇത് ലേബേഴ്സ് എന്നാണ് പറയുന്നിരിക്കുന്നത്. ആ കാലഘട്ടത്തിൽ ദൈവസഭയ്ക്കകത്ത് സ്തോത്രം എല്ലാ തുറയിലെ ആളുകളും വിശ്വാസത്തിലേക്ക് കടന്നു വന്നിരുന്നു. സ്തോത്രം. ദൈവസഭയുടെ പ്രത്യേകത പറയാം, ഏതെങ്കിലും ഒരു കാറ്റഗറിയിൽപ്പെട്ടവർ മാത്രം കൂടുന്ന ഒരു ഗ്രൂപ്പ് അല്ല ദൈവസഭ. വെളിപ്പാട്
പുറപ്പാട് പുസ്തകത്തിനകത്ത് വായിക്കുന്നുണ്ട്. അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ കുഞ്ഞാടിനെ വാഴ്ത്തിപ്പാടുന്ന ഒരു ഗാനത്തിനകത്ത് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്, ഗോത്രങ്ങളിൽ നിന്നും ഭാഷകളിൽ നിന്നും വംശങ്ങളിൽ നിന്നും ജാതികളിൽ നിന്നും നീ വിളിച്ചു വേർതിരിച്ച ജനമാണ് ദൈവത്തിന്റെ സഭ. കർത്താവിന്റെ സഭ എന്ന വിഷയത്തെ കുറിച്ച് തന്നെ വേദപുസ്തകം സവിസ്തരം പ്രതിപാദിക്കുന്നുണ്ട്. ഞാനൊരു യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഇന്നേക്ക് 20 പരം വർഷങ്ങൾക്ക് മുമ്പ് എറണാകുളം ജില്ലയിലെ മുളന്തുരുത്തി എന്ന് പറയുന്ന സ്ഥലത്ത് യാക്കോബായ കുടുംബത്തിൽ ജനിച്ചു വളർന്നു. ഉപദേശിമാരൊക്കെ കയറി ഇറങ്ങി ഞങ്ങളുടെ വീട്ടിൽ പല കാര്യങ്ങൾ പറയാൻ തുടങ്ങി. ചില സാഹചര്യങ്ങളുടെ പശ്ചാത്തലത്തിലുണ്ടായിരുന്നു. അതിന്റെയൊക്കെ വെളിച്ചത്തിലായെങ്കിൽ എന്റെ പിതാവും മാതാവൊക്കെ അതിലേക്കൊരു ചായ്വ് വന്നെങ്കിലും എന്റെ മനസ്സിനകത്തുനിന്ന് പഴയ കാര്യങ്ങൾ മാറാതിരുന്ന എന്നോടൊരു ദൈവദാസൻ പറഞ്ഞു ദൈവസഭ എന്ന വിഷയത്തെ കുറിച്ച്. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്, മോനെ സ്തോത്രം, എനിക്കൊന്നൊരു 10, 17 വയസ്സ് പ്രായം. ആ സമയത്ത് പറഞ്ഞു, നീ വേദപുസ്തകം വായിക്കുന്നവനാണെങ്കിൽ ദൈവസഭ എന്ന കാര്യത്തെക്കുറിച്ച് ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് വായിക്ക്. ഞാൻ നിന്നോട് തർക്കിക്കാനില്ല. തർക്കമല്ല, തർക്കിക്കാൻ നമ്മളൊന്നുമല്ല, നിന്നോട് പറയാനില്ല. എന്നാൽ ബൈബിള് വായിക്കുമ്പോൾ ഞാൻ നിനക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. സഭയെ കുറിച്ച് ദൈവം നിനക്ക് ബോധ്യമാക്കി തരും. അയാൾ പോയി കഴിഞ്ഞപ്പോൾ എന്റെ മനസ്സിനകത്ത് തോന്നി ഒരു വെല്ലുവിളിയായിട്ട് ഏറ്റെടുത്തു. ബൈബിളിനകത്തുനിന്ന് ഇങ്ങോട്ട് പറയുമെങ്കിൽ ഒന്ന് മനസ്സിലാക്കണമെന്ന്. അങ്ങനെ ഞാൻ ബൈബിള് വായിക്കുമായിരുന്നു. വായിച്ചു വന്ന വഴിക്ക് ആ ദിവസങ്ങളിൽ ഗലാത്യ ലേഖനത്തിലൊരു വാക്യം കണ്ടു. വാക്യം ഇതാണ്, പൗലോസ് പറയുന്ന സാക്ഷ്യമാണ്, ശുഷ്കാന്തി സംബന്ധിച്ച് ഞാൻ ദൈവത്തിന്റെ സഭയെ ഉപദ്രവിച്ചവൻ. ഇത് വായിക്കുന്ന സമയത്ത് എന്റെ പ്രിയപ്പെട്ടവർ, എന്റെ ഹൃദയത്തിനകത്തേക്ക് ഒരു ട്യൂഷൻ മാസ്റ്റർ ചോദിക്കുന്ന ഒരു ചോദ്യം കേട്ടു. ചോദ്യം ഇതാണ്, സ്വത്രം ബൈബിളിനകത്ത് ദേവദാസൻ പറഞ്ഞു പോയത് എങ്ങനെയാണ്, ദൈവത്തിന് സഭയുണ്ട്. ആ സഭയെ കുറിച്ച് മനസ്സിലാക്കണമെങ്കിൽ നീ ആരുടെ പുറകെ പോകണ്ട, നീ വേറെ പുസ്തകത്തോട് ചോദിക്ക്, ബൈബിൾ അതിന് മറുപടി തരും. എന്റെ മനസ്സിലേക്ക് പെട്ടെന്ന് വന്നു ദൈവത്തിന്റെ സഭ എന്ന പ്രയോഗം. പെട്ടെന്ന് ഒരുപാട് ചോദ്യങ്ങൾ എന്റെ മുമ്പിലേക്ക് സ്ക്രീനിൽ വന്നുകൊണ്ട് വരികയാണ്. പൗലോസ് ഉപദ്രവിച്ച സഭയാണ് ദൈവത്തിന്റെ സഭ. അടുത്തത്, പൗലോസ് ഏത് ഗ്രൂപ്പിനെയാണ് ഉപദ്രവിച്ചത്, അവരുടെ പോളിസി എന്തായിരുന്നു, ആ സഭയുടെ ആത്യന്തിക ലക്ഷ്യം എന്താണ്, ആ സഭയുടെ ശുശ്രൂഷകന്മാർ ആരാണ്, ആ സഭയുടെ ഉപദേശം എന്താണ്, ആ സഭയുടെ ലക്ഷ്യം എന്താണ്, അവിടെ ഒരു മെമ്പർഷിപ്പ് കിട്ടാൻ എന്താ പണി. ഇത്രയും ചോദ്യം പെട്ടെന്ന് എന്റെ ഹൃദയത്തിലേക്ക് വന്നു. സന്തോഷം, സ്തോത്രം പറഞ്ഞിട്ടല്ലോ. സ്തോത്രം കേൾക്കണേ. നിങ്ങളുടെ മുഖം കണ്ടപ്പോ ഓർത്തു സ്തോത്രം സന്തോഷമായിരുന്നു. സ്തോത്രം കേട്ടപ്പോ സന്തോഷമുണ്ടെന്ന് മനസ്സിലായി. കേട്ടോളേ സ്തോത്രം, ഹല്ലേലൂയ. അങ്ങനെ മനസ്സിലാക്കി. ആ ചോദ്യങ്ങളുടെ പുറകെ വേദപുസ്തകത്തിനകത്ത് നോക്കിയപ്പോഴാണ് മനസ്സിലായത് പൗലോസ് ഉപദ്രവിച്ച ഏത് ഗ്രൂപ്പിനെയാണ്. സ്തോത്രം. ഇനി ആ ചിന്ത നിങ്ങൾക്ക് വിട്ടുതരുന്നു. സ്തോത്രം. ദൈവസഭ എന്ന വിഷയത്തെ കുറിച്ച് ഏറ്റവും നന്നായി മനസ്സിലാക്കിയില്ലെങ്കിൽ നമുക്ക് സംഭവിക്കാൻ പോകുന്ന വലിയ പരാജയമാണ്. ഞാൻ ഒന്നോടെ പറയാം, ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടത് ഒരു കുടുംബമോ ഒരു വ്യക്തിയോ ഒന്നുമല്ല, ഒരു ഗവൺമെന്റോ ഒന്നുമല്ല. ലോകത്തിൽ ഏറ്റവും അധികം തെറ്റിദ്ധരിക്കപ്പെട്ടത് ദൈവവും ദൈവത്തിന്റെ സഭയുമാണ്. അതുകൊണ്ടാണ് ഇത്രയും സഭയുണ്ടായത്, അതുകൊണ്ടാണ് ഇത്രയും ദൈവങ്ങൾ ഉണ്ടായത്. സ്തോത്രം. ജനത്തിന്റെ ഹൃദയത്തിനകത്ത് സാത്താൻ സ്തോത്രം വഴി പിഴച്ചല്ലെങ്കിൽ വഴിമാറ്റി ചിന്തകൾ കൊടുത്തു. അതുകൊണ്ട് ആളുകൾ ദൈവത്തെ തെറ്റിദ്ധരിച്ചു. അവനെ ഭയപ്പെടുത്തുന്ന എല്ലാം ദൈവമാണെന്ന് വിചാരിച്ചു. അതുകൊണ്ട് തീയെയും വായുവിനെയും ശക്തിയെയും സൂര്യനെയും ഇതിനെല്ലാം ദൈവമെന്നോർത്ത് ആരാധിക്കാൻ തുടങ്ങി. ഇതെല്ലാം തെറ്റിദ്ധാരണയുടെ പുറത്താണ്. സ്തോത്രം പറ. പിന്നെ ഉദാഹരണങ്ങൾ മാറണം. ഇതൊക്കെ പഠന വിഷയമാക്കണം. കയറി വന്നപ്പോൾ പറഞ്ഞതേ ഉള്ളൂ, വിട്ടുകളയുക. സ്തോത്രം. നോക്കൂ, ഇവിടെ ഉദ്ദേശിച്ചത് വേലക്കാരെ പൂർണ്ണ ഭയത്തോടെ എന്ന് ഉദ്ദേശിക്കപ്പെട്ടിരിക്കുന്നത് ലേബേഴ്സിനെയാണ്. സഭയ്ക്കകത്ത് എല്ലാ ഗ്രൂപ്പും ഉണ്ടായിരുന്നു. അപ്പൊ തൊഴിലാളികളായിരിക്കുന്ന ആളുകൾ വന്നിരിക്കുന്നു. അവിടുത്തെ മുതലാളിമാരും, ഒരു കമ്പനി നടത്തുന്ന ആളാണെന്ന് വിചാരിക്കുക, ആ കമ്പനിയുടെ MDയും അവിടുത്തെ തൂപ്പുകാരനും ഒരുമിച്ചൊരു സഭയെ കൂടുന്നു. സ്തോത്രം. അങ്ങനെ കൂടുമ്പോൾ വേലക്കാരോട് പറയാം, ഞങ്ങളുടെ സഭയുടെ സാറാന്ന് വെച്ചുകൊണ്ട് ഓഫീസിൽ കിടന്ന് ഉഴപ്പരുത്. അതാ ഈ വാക്യത്തിന്റെ അർത്ഥം. അത്രേ ഉള്ളൂ കേട്ടോ. വേലക്കാരെ എന്ത് ചെയ്യണം? യജമാനന്മാർക്ക്, നല്ലവർക്ക്, ശാന്തന്മാർക്ക് മാത്രമല്ല മൂർഖന്മാർക്ക് കൊടുക്കും. അത് ക്രിസ്തീയതയുടെ പോളിസി എഴുതിയിരിക്കണം. മനസ്സിലായോ? നമ്മൾ ക്രിസ്ത്യാനിയാണെങ്കിൽ സ്തോത്രം, നമ്മുടെ ബോസ് ചിലപ്പോൾ കർക്കശക്കാരനായിരിക്കാം, മൂർഖനായിരിക്കാം. അങ്ങനെയാണെങ്കിലും നീ വീണ്ടും ജനിച്ചവനാണെങ്കിൽ കീഴ്പ്പെടണം. കീഴ്പ്പെടാൻ പറ്റിയില്ലെങ്കിൽ റിസൈൻ ചെയ്ത് വീട്ടിലിരിക്കണം. സ്തോത്രം. മനസ്സിലായി? ക്രിസ്ത്യാനി ആയി പോയ കുറെ പോളിസി ഉണ്ട്. മനസ്സിലായി കേട്ടോ? പേടിപ്പിക്കുകയല്ല, നല്ല ക്രിസ്ത്യാനിത്വത്തിന് വേണ്ടി പറയാ. സ്തോത്രം. കേൾക്കൂ. സ്തോത്രം. ഹല്ലേലൂയ. മൂന്നാമത്തെ കീഴടങ്ങൾ, അത് ഞാൻ 6 പറയാന്ന് പറഞ്ഞു, വേഗത്തിൽ പറയാം. 4ാമത്തെ കീഴടങ്ങൾ 3ന്റെ 1 എന്താ എഴുതിയിരിക്കുന്നത്? ഭാര്യമാരെ നിങ്ങളുടെ ഭർത്താക്കന്മാർക്ക്, നിങ്ങളോടത് പറയേണ്ട കാര്യമില്ലല്ലോ. സ്തോത്രത്തിന്റെ പേരിൽ
ആ കാര്യം വിടുന്നു. 4-ാമത്തെ കീഴടങ്ങൽ. 5-ാമത്തെ കീഴടങ്ങൽ 5-ാം അധ്യായത്തിന്റെ 4-ാമത്തെ വാക്യത്തിലാണ്. അത് 5-ാം അധ്യായം സ്തോത്രം വാസ്തവത്തിൽ ദൈവസഭയ്ക്കകത്തേക്ക് മൂപ്പന്മാർക്കും ശുശ്രൂഷകന്മാർക്കും ഒക്കെ ഉള്ള കുറെ അഡ്വൈസറുകളും ഉപദേശങ്ങളും കൊടുത്തിരിക്കുന്ന ഒരു അധ്യായമാണ്. അതിനകത്ത് പറഞ്ഞിരിക്കുന്നു 4-ാം വാക്യം, എന്നാൽ ഇടയശ്രേഷ്ഠൻ പ്രത്യക്ഷനാകുമ്പോൾ അടുത്ത വാക്യം 5-ാം വാക്യം, അവണ്ണം ഇളയവരെ ഒരു സഭയോട് പറയുക. ഒരു പക്ഷേ കഴിവിലോ വാക്ചാതുര്യത്തിലോ സ്തോത്രം ഗ്രീക്കും ഹീബ്രു ഒക്കെ പറയാനുള്ള ആ തന്റെ ഇടത്തിലോ അല്ലെങ്കിൽ വായിച്ചു മനസ്സിലാക്കാനുള്ള ആ വലിയ കഴിവിലൊക്കെ ഒരു പക്ഷേ ഇളയവർ സമർത്ഥരായിരിക്കാം. എങ്കിലും ബൈബിൾ പഠിപ്പിക്കുന്നു സഭയുടെ പോളിസി മൂപ്പന്മാർക്ക് അവർ കീഴടങ്ങിയിരിക്കണം. ഇത് 5-ാമത്തെ കീഴടങ്ങൽ. കേട്ടോളേ. 6-ാമത്തെ കീഴടങ്ങൽ തൊട്ടടുത്ത ഭാഗത്ത് എഴുതിയിരിക്കുന്നു. എന്താ എഴുതിയിരിക്കുന്നത്? എല്ലാവരും, ആരോടെ പറയുന്നേ? സഭയോടെ പറയുന്നത് കേട്ടോ. സഭയ്ക്കകത്തുള്ള എല്ലാവരും തമ്മിൽ തമ്മിൽ കീഴടങ്ങണം. ഓ, അപ്പൊ എത്ര കീഴടങ്ങളായി? ഇത്രയും കീഴടങ്ങൾ നടന്ന പ്രശ്നങ്ങളെല്ലാം സോൾവ് ആയി. പിശാചിനും പ്രവർത്തിക്കാൻ പറ്റിയല്ല, നമ്മുടെ പ്രോബ്ലം തീർന്നു, തലവേദന തീർന്നു, എല്ലാം മാറും. 6 കീഴടങ്ങൽ. സ്തോത്രം. ഇതാണ് വാസ്തവത്തിൽ ഒരു ക്രിസ്ത്യാനിറ്റിയുടെ ഐഡന്റിറ്റി എന്ന് പറഞ്ഞാൽ. എന്താ ക്രിസ്തീയ ജീവിതം? ഈ ഇത്രയും കാര്യങ്ങൾ നിയമത്തിന് കീഴടങ്ങി, ഭരണകർത്താക്കന്മാർക്ക് കീഴടങ്ങി, ജോലി ചെയ്യുന്നിടത്ത് അവിടെ മാന്യരായി കീഴടങ്ങി, സ്തോത്രം കുടുംബജീവിതത്തിൽ കീഴടങ്ങി, സഭയ്ക്കകത്ത് കീഴടങ്ങി, അങ്ങനെ ജീവിക്കുന്ന ഒരുവനാ സാക്ഷ്യമുള്ള ദൈവവൈതൽ. സന്തോഷത്തോടെ ഒരിക്കൽ കൂടി ദൈവത്തിന് സ്തോത്രം. ഇതാണ് പത്രോസിന്റെ 1-ാം ലേഖനത്തിന്റെ പ്രമേയം. അതൊക്കെ വിട്ടുകളയുക. ക്ലാസ്സുകളൊക്കെ നിങ്ങൾ തന്നെ സ്തോത്രം ക്രിയേറ്റ് ചെയ്തെടുക്കുക. അടുത്ത കാര്യം പറയുന്നു, യേശുക്രിസ്തുവിനെ കുറിച്ച് പത്രോസ് ഈ ലേഖനത്തിനകത്ത് ആലങ്കാരികമായി 3 പദങ്ങൾ ഉപയോഗിച്ചിരിക്കുന്നു. ശ്രദ്ധിച്ചിരിക്കണേ. യേശുവിനെ കുറിച്ച് 1-ാമത്തെ ലേഖനത്തിനകത്ത് പത്രോസ് അവതരിപ്പിക്കുന്നത് ആലങ്കാരികമായിട്ട് 3 പദങ്ങളാണ്, 3 പേരുകളിലാണ് യേശുവിനെ അവതരിപ്പിക്കുന്നത്. കർത്താവായ യേശുവിനെ യേശു എന്നും മശിഹ എന്നും ക്രിസ്തുവെന്നും ഒക്കെ ഇമ്മാനുവേൽ എന്നൊക്കെ പറയുന്ന നമുക്ക് ഫെമിലിയർ ആയിരിക്കുന്ന നമുക്ക് പരിചയമുള്ള കുറെ പേരുകൾ നമുക്കറിയാം. എന്നാൽ അത് മാത്രമല്ല, വേദശാസ്ത്രിമാർ പറയുന്നു നമ്മുടെ കർത്താവിന് വിശുദ്ധ ബൈബിളിനകത്ത് 260-ൽ പരം പേരുകളുണ്ടെന്ന്. ഒരു സ്വത്തോടെ പറ. 260 ദൈവം ഉണ്ടെന്നല്ല പറഞ്ഞത്. ദൈവം ഒരുവനുള്ളൂ, അവന് 260-ൽ പരം പേരുകളുണ്ട്. അത് പറഞ്ഞപ്പോ ഒരു പേടി ഉണ്ടായി. ഞാൻ തെളിയിപ്പ് പറയാം. സ്വത്രം കേട്ടോളേ. കർത്താവിന്റെ പേരുകൾ പറയാം. അത്ഭുത മന്ത്രി, വീരനാം ദൈവം, നിത്യപിതാവ്, സമാധാന പ്രഭു, ഇടയൻ, ആമീൻ, ദാവീദിന്റെ വേര്, യഹൂദാ ഗോത്രത്തിന്റെ സിംഹം, ആശ്വാസപ്രദൻ, സ്തോത്രം. പിന്നെ എന്താ? കൊമ്പ്, മുന്തിരിവള്ളി, സ്തോത്രം, വാതില്. ചുമ്മാ തപ്പി പറയ്ക്ക് ഒരു 50 എണ്ണം കിട്ടും. അപ്പൊ മര്യാദയ്ക്ക് പഠിക്കുവാണെങ്കിൽ 260 എണ്ണം കിട്ടും. കേട്ടോ, നമ്മുടെ കർത്താവിന് അത്രയും പേരുകളുണ്ട്. ചില പേരുകൾ യേശു തന്നെ വെളിപ്പെടുത്തിയതും, ചിലതെല്ലാം സ്നേഹം കൊണ്ടും മറ്റു പല കാര്യം കൊണ്ടും മറ്റുള്ളവർ നമ്മളെപ്പോലുള്ള ആളെ അവരെ വിളിച്ചതും അതും ദൈവം അംഗീകരിച്ചു. അതും വേറെ സബ്ജക്റ്റാ മാറ്റിവെക്കുന്നു. 3 പേരുകൾ യേശുവിന് ഈ ലേഖനത്തിനകത്ത് പറയുന്നുണ്ട്. അതിൽ ഒന്നാണ് നമ്മൾ വായിച്ച കുറുവാക്യത്തിനകത്ത് ജീവനുള്ള കല്ല്. അതിലേക്ക് നമ്മൾ തിരിച്ചു വരും. ജീവനുള്ള കല്ല്. ബാക്കി 2 പറയാതെ പോകുന്ന ഞാൻ പറഞ്ഞു വിട്ടില്ലേ? സ്തോത്രം. ബാക്കി 2 2-ാമത്തെ അധ്യായത്തിന്റെ 25-ാമത്തെ വാക്യത്തിനകത്താണ് എഴുതിയിരിക്കുന്നത്. ഒന്ന് വായിക്കൂ. 2-ാം അധ്യായത്തിന്റെ 25-ാം വാക്യം. നിങ്ങൾ തെറ്റി ഉള്ളുന്ന ആടുകളെ പോലെ ആയിരുന്നു, ഇപ്പോഴോ ആത്മാക്കളുടെ ഇടയിലും. അവിടെ നിൽക്കട്ടെ. അത് 3-ാമത് ഞാൻ പറയാം. അടുത്തത്, അധ്യക്ഷനുമായവങ്കിലേക്ക് മടങ്ങി വന്നിരിക്കുന്നു. കേട്ടോ, സഭയോട് പറയുക. അത് മുഴുവൻ സഭയ്ക്കുള്ള. എന്താ സഭ? സ്തോത്രം. അവരെ കുറിച്ച് പറയാം. മുമ്പ് നിങ്ങൾ തെറ്റി ഉഴലുന്ന ആടുകളെ പോലെ ആയിരുന്നു. ഇപ്പോഴത്തെ പ്രത്യേകത എന്താ? ഇപ്പൊ ആരാണ്ടും പറഞ്ഞു, സ്തോത്രം, ഓടി വന്നു, സ്നാനപ്പെട്ടു, ഏതൊരു ഗ്രൂപ്പിൽ ചേർന്നു എന്നുള്ളതല്ല. അതൊക്കെ ആത്മീക തലത്തിൽ നമ്മൾ ചെയ്യേണ്ട കടപ്പാടുകളാണെങ്കിലും നമ്മുടെ ഹൃദയത്തിനകത്ത് ഉറപ്പുണ്ടായിരിക്കണം. പണ്ട് ഞാൻ ഏതാ ദൈവമെന്നറിയാതെ, എങ്ങനെ ആരാധിക്കേണ്ടെന്നറിയാതെ, എങ്ങനെ രക്ഷപ്പെടാമെന്നറിയാതെ നടന്ന ഒരാളായിരുന്നു. ഇപ്പൊ എനിക്ക് ഉറപ്പുണ്ട്. ഇപ്പൊ ഞാൻ ആരുടെ അടുക്കാന്നറിയോ? എന്റെ ആത്മാക്കളെ ഉടയാനായ ഒരു പാസ്റ്ററെ കണ്ടുമുട്ടിയതോ അല്ലെങ്കിൽ ഒരു കുടുംബ പ്രവാചകനെ കണ്ടുമുട്ടിയതൊന്നും അല്ല കാര്യം. നമ്മൾ യഥാർത്ഥത്തിൽ രക്ഷിക്കപ്പെടുകയാണെങ്കിൽ അവർ വന്നത് എവിടാന്നറിയൂ? യേശുവിന്റെ അടുക്കലെത്തി. അതാ നമ്മുടെ ജീവിതത്തിന്റെ വിജയ രഹസ്യം. ഇന്ന് രാത്രി ഞാൻ ആത്മാവിൽ പറയാം, കർത്താവിന്റെ കൂടെ ജീവിക്കാൻ ആഗ്രഹിക്കുന്നവരുടെ ഉറപ്പിനായി പറയാം. സ്തോത്രം. നമ്മൾ വന്നു ചേരുന്ന ഒരു സംഘടനയ്ക്കകത്തല്ല, ഒരു സമൂഹത്തിനകത്തല്ല. നമ്മളെ വിളിച്ച ഇന്റിമേറ്റ് സുഹൃത്തുക്കളായ, സ്വഭാവം കൊണ്ട് നല്ലവരായ ഒരു ക്ലബിനകത്തല്ല വന്നു ചേരുന്നത്. നമ്മൾ വരുന്നത് അഖിലാണ്ടത്തിന്റെ ഉടയവനായ എന്റെ പ്രയോഗം ഞാൻ എടുത്തു പറയാം. പത്രോസ് പറയുന്നു, അടുത്തത് ആത്മാക്കളുടെ ഇടയനും
അധ്യക്ഷനുമായവന്റെ കേട്ടോ. എനിക്ക് നിങ്ങൾ ചിലരെങ്കിലും ആദ്യമായിട്ടായിരിക്കും വാക്യം വായിച്ചിട്ടുണ്ടായിരിക്കും ശ്രദ്ധിക്കുന്നത്. യേശുവിനെ കുറിച്ചാണ് പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ ഒരു പേര്, എന്താ പേര്? അധ്യക്ഷൻ. അധ്യക്ഷൻ നമുക്ക് വളരെ പരിചയമുള്ളൊരു പേരാണ് അധ്യക്ഷൻ. ഇന്ന് ഈ യോഗത്തിനൊരു അധ്യക്ഷനുണ്ട്. ആരാ? നമ്മുടെ പാസ്റ്റർ. ഒരു യൂത്ത് മീറ്റിംഗ് നടന്ന ഒരു അധ്യക്ഷൻ കാണും. ഒരു രാഷ്ട്രീയ കോർണർ മീറ്റിംഗ് നടന്ന ഒരു അധ്യക്ഷൻ കാണും. MLA, പഞ്ചായത്ത് മെമ്പർ, ആരെങ്കിലും ഒരാൾ കാണും ഒരു അധ്യക്ഷൻ. ഒരു മീറ്റിങ്ങിന് ഒരു അധ്യക്ഷൻ. നമ്മുടെ മനസ്സിൽ കിടക്കുന്ന അധ്യക്ഷൻ അതാണ്. എന്നാൽ ബൈബിളിൽ യേശുവിന് ഈ പറയപ്പെട്ടിരിക്കുന്ന അധ്യക്ഷൻ എന്ന പദത്തിന്റെ സ്വത്രം മൂലഭാഷയ്ക്കകത്ത് അല്ലെങ്കിൽ ഇതിന്റെ ഒറിജിനൽ ഭാഷയ്ക്കകത്ത് കൊടുത്തിരിക്കുന്ന അധ്യക്ഷൻ എന്ന് മലയാളത്തിലേക്ക് വിവർത്തനം ചെയ്യപ്പെട്ടിരിക്കുന്ന പദത്തിന്റെ യഥാർത്ഥ പദം, മൂലഭാഷയിലെ പദം ഇതാണ്, എപ്പിസ്കോപ്പോസ്. അത് ഇഷ്ടപ്പെട്ടിരുന്നു പറയാം. സ്തോത്രം. നമുക്ക് അറിയാവുന്ന കാര്യം പറയാം. നാട്ടിലേക്ക് അറിയാം. എപ്പിസ്കോപ്പ എന്ന് കേട്ടിട്ടുണ്ടോ? ചിലരെങ്കിലും കേട്ടിട്ടുണ്ടോ? സ്തോത്രം. പ്രൈസലോ. എപ്പിസ്കോപ്പ ആരാന്നറിയാം? കോർ എപ്പിസ്കോപ്പ എന്ന് കേട്ടിട്ടുണ്ടോ? കേട്ടിട്ടുണ്ടോ? സ്തോത്രം. ഞാൻ പറഞ്ഞല്ലോ യാക്കോബായ പശ്ചാത്തലത്തിലാണ് എന്റെ പഠനം അനുസരിച്ച്. സ്തോത്രം. വിവാഹം കഴിച്ചുകൊണ്ട് യാക്കോബായ ഓർത്തഡോക്സ് പശ്ചാത്തലത്തിൽ ഏറ്റവും ഉയർന്ന ഒരു പദവിയിലേക്ക് വരാൻ പറ്റുന്നതിന്റെ മാക്സിമം ആണ് കോർ എപ്പിസ്കോപ്പ. അതിന് മുകളിലേക്ക് വരണമെങ്കിൽ കല്യാണം കഴിക്കരുത്. അപ്പോ വിവാഹിതനായ കുടുംബസ്ഥനായ ഒരു അധ്യക്ഷന് വളരാവുന്നതിന്റെ മാക്സിമം ആണ് ആ സാമുദായിക സംഘടനയിൽ കോർ എപ്പിസ്കോപ്പ എന്ന് പറയുന്ന പദവി. യഥാർത്ഥത്തിലെ എപ്പിസ്കോപ്പ ആരാന്നറിയൂ? സ്വത്രം. നിങ്ങൾക്കൊന്നും മനസ്സിലാവുന്നില്ല. അതെയോ ഇന്നും ആമീൻ പറഞ്ഞ പ്രശ്നമാവും. മനസ്സിലായോ? യഥാർത്ഥത്തിൽ ഈ പദത്തിന്റെ അർത്ഥം ഇതാ, ഇന്ന് ഭാഷ ഇതാണ്. അധ്യക്ഷൻ എന്ന് കൊടുത്തിരിക്കുന്ന പദത്തിന് കൊടുത്തിരിക്കുന്ന പദമാണ് എപ്പിസ്കോപ്പ. ഒറിജിനൽ എപ്പിസ്കോപ്പ നമ്മളാരും കണ്ടവരല്ല. ഒറിജിനൽ എപ്പിസ്കോപ്പ ബൈബിൾ പറയുന്ന കർത്താവായ യേശുവാണ്. അവനാണ് എപ്പിസ്കോപ്പ. ഇനി കേട്ടോ, 5 അർത്ഥങ്ങളാണ് ബൈബിൾ നിഘണ്ടു എപ്പിസ്കോപ്പ എന്ന പദത്തിന് കൊടുക്കുന്നത്. ഒന്നെണ്ണം ഞാൻ പറയാം. സ്തോത്രം. ബാക്കി എന്റെ വിഷയത്തിൽ വന്നെങ്കിൽ നമുക്ക് സമയത്തോട് തീർക്കാൻ പറ്റുള്ളൂ. കേൾക്കണേ. സ്തോത്രം. കേൾക്കൂ. ഒന്ന്, എപ്പിസ്കോപ്പ എന്ന് പറയപ്പെട്ടിരിക്കുന്ന പദത്തിന് ഒന്നാമത്തത് സ്തോത്രം കളിക്കളത്തിലെ പരിശീലകൻ എന്ന ഒരർത്ഥം. വേറൊരർത്ഥം ചുറ്റി പരിപാലിക്കുന്നവൻ. സ്തോത്രം. വേറൊരർത്ഥം തലയായവൻ എന്ന് പറഞ്ഞാൽ യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ ഹെഡ് ഉണ്ട്, വൈസ് ചാൻസലർ എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ടോ? ആ പദവി. സ്തോത്രം. നോക്കൂ, അങ്ങനെ കുറെ പേരുകളാണ്. അതായത് നിങ്ങൾ ഓർത്ത്, ഞാൻ ആദ്യം പറഞ്ഞ പദം കണ്ടോ? കളിക്കളത്തിലെ പരിശീലകൻ. എപ്പിസ്കോപ്പ എന്ന് പറയുന്ന പദത്തിന് അർത്ഥങ്ങളാണ് പറയുന്നത്. സ്തോത്രം. നിങ്ങൾ ഓർത്ത്, യേശു ആരോടത്തേക്ക് വന്നെന്നറിയാമോ? ശരിക്കും വിധേയപ്പെട്ട് കൊടുക്കാൻ മനസ്സുണ്ടെങ്കിൽ ഏറ്റവും ശ്രേഷ്ഠനായ പരിശീലകനാണ് കർത്താവായ യേശു. ഹല്ലേലൂയ. കേൾക്കൂ, ആത്മീക ജീവിതം എല്ലാവരും പഠിച്ച് പരീക്ഷ എഴുതിയിട്ടല്ല സഭയിലേക്ക് ചേരുന്നത്. ശുശ്രൂഷ ജീവിതത്തിൽ എല്ലാവരും വലിയ ടെസ്റ്റ് പാസ്സായിട്ടില്ല. പക്ഷെ ഒരു കാര്യം ഞാൻ പറയാം, നിങ്ങൾക്ക് ആർക്കെങ്കിലും ഇന്ന് രാത്രികാലം കർത്താവിന്റെ അടുക്കിലേക്ക് വരാൻ മനസ്സുണ്ടെങ്കിൽ അവൻ ഷോക്കേസിന് വെച്ചോണ്ടിരിക്കുന്നവനല്ല, അവൻ നമുക്ക് പരിശീലനമാണ്. എങ്ങനെ ജീവിക്കണം, ഹല്ലേലൂയ, എങ്ങനെ ദൈവത്തെ മഹത്വപ്പെടുത്തണം, എങ്ങനെ ക്രിസ്തീയ ജീവിതം നയിക്കണം, എങ്ങനെ ആത്മാക്കളെ നേടാം, എങ്ങനെ പരിശുദ്ധാത്മാവിനെ നിറയപ്പെട്ട് ജീവിക്കണം, എങ്ങനെ യേശുവിനെ പ്രസംഗിക്കാം, ഇതിനെല്ലാം ഏറ്റവും നല്ല പരിശീലനം തരുന്നത് നമ്മളാരും കണ്ട ഒരു തിയോളജി സെമിനാരി അല്ല. കിട്ടിയേക്കാം, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷേ ഏറ്റവും നല്ല പരിശീലകൻ കർത്താവായ യേശുവാണ്. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഒരു പരിശീലകൻ ഉണ്ടെങ്കിൽ നമ്മുടെ ജീവിതം മാറും കേട്ടോ. സ്തോത്രം. കേൾക്കൂ, നമ്മുടെ നാട്ടിലറിയാം, PT ഉഷ എന്ന് പറഞ്ഞ ശക്തനായ ഒരു ഓട്ടക്കാരി ഉണ്ടായിരുന്നു. ഇപ്പോഴും ഉണ്ട് കേട്ടോ. സ്തോത്രം. ഓട്ടം നിർത്തി എന്നുള്ള ആളുണ്ട്. സ്തോത്രം. കേൾക്കും. അവരെ അറിയാം. അവരെ കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ടോ? അവര് പെട്ടെന്നൊരു സുപ്രഭാതത്തിൽ സ്തോത്രം ഇന്ത്യൻ സ്പോർട്സ് കൗൺസിലിനോട് ഞാനും കൂടി ഓടിക്കോട്ടെ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഓടാൻ തുടങ്ങുകയാണ് ചെയ്തത്. ആണോ? അല്ല. എങ്ങനെയാണെന്നറിയോ? അവരുടെ പുറകിൽ നമ്പ്യാർ എന്ന് പറഞ്ഞ ഫുൾ നെയിം എനിക്കറിയില്ല. ON നമ്പ്യാർ. താങ്ക് യു. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. ON നമ്പ്യാർ എന്ന് പറയുന്ന ഒരു മാഷർ അവക്ക് വേണ്ടി ജീവിതം മാറ്റി വെച്ചു. മനസ്സിലായോ? ചുമ്മാ ഒരു സുപ്രഭാതത്തിൽ സ്വപ്നം കൊണ്ടായിട്ട് ഇറങ്ങിയതല്ല. എങ്ങനെയെന്നറിയോ? സ്തോത്രം. അവള് പഠിച്ച സ്തോത്രം പയ്യന്നൂര് സ്കൂളിൽ 6, 5, 7 പഠിച്ച് കയറി വരുമ്പോൾ സ്കൂളിൽ നടക്കുന്ന പയ്യോളി, സോറി സ്തോത്രം, എല്ലാ തിരുത്തലുകൾക്കും നന്ദി. പയ്യോളി സ്കൂളിൽ 6, 7, 8 പഠിച്ച് കയറി വരുമ്പോൾ സ്കൂൾ സ്പോർട്സിൽ പതുക്കെ പിള്ളേരുടെ കൂടെ ഓടുമ്പോൾ ഇവരുടെ ഓട്ടം കണ്ടപ്പോൾ നമ്പ്യാർക്ക് മനസ്സിലായി ഇവക്ക് വേണ്ടി മെനക്കെട്ട പ്രയോജനമുണ്ട്, ഇവക്ക് വേണ്ടി സമയം മാറ്റിവെച്ച പ്രയോജനമുണ്ട്. മനസ്സിലായോ? സ്തോത്രം. ഓട്ടക്കളത്തിൽ ഒരു ആത്മാർത്ഥത ഉണ്ടെന്ന് ബോധ്യപ്പെട്ടപ്പോൾ പരിശീലകനായ നമ്പ്യാര്
ബാക്കി എല്ലാരെയും മാറ്റിയിട്ട് അവളിൽ മാത്രം കോൺസെൻട്രേറ്റ് ചെയ്തു. സ്വത്രം കേൾക്കണം. ഞാനൊരു ദൂത് പറയാൻ വേണ്ടി വരും, കേൾക്കണേ. നമ്മുടെ ഓരോ യോഗത്തിലും ഞാൻ ആദ്യം പറഞ്ഞു തുടങ്ങിയ ഒരു അദൃശ്യനായ ദൈവം, നമ്മുടെ വീണ്ടെടുത്തവനായ കർത്താവ്, നമ്മുടെ ഇരിപ്പും നമ്മുടെ സ്വപ്നവും നമ്മുടെ വരവും എല്ലാം അദൃശ്യമായി പരിശോധിക്കുന്നുണ്ട്. നമ്മുടെ ഓരോ സെൽ മീറ്റിംഗ് കഴിഞ്ഞ് തിരിച്ചു പോകുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞുകൊണ്ടാ മടങ്ങിപ്പോകുന്നത്? ദൈവദാസന്മാർ പ്രാർത്ഥിച്ചൊരുക്കി ദൈവത്തിന്റെ പാരമീണത്തിൽ വന്ന് പറയുന്ന ദൂതനോട് നമ്മളെങ്ങനെ പ്രതികരിക്കുന്നത്? ഇതെല്ലാം ഹൃദയത്തിന്റെ ഭാഷ വായിച്ചറിയാവുന്ന ഒരു പരിശീലകന്റെ അടുക്കലാണ്. രക്ഷപ്പെടാനുള്ള വഴി ഞാൻ പറഞ്ഞുതരാം. സ്വത്രം കേട്ടോളേ. അതുകൊണ്ട് എപ്പോഴും ഇവൻ സ്വത്രം നമ്മളെ കാണുന്നുണ്ട്. അപ്പൊ ദൈവസന്നിധിയിൽ അവന് തോന്നണം നമുക്ക് വേണ്ടി മെനക്കെട്ടാൻ ദൈവരാജ്യത്തിന് പ്രയോജനമുണ്ട്. സ്വത്രം. അതുകൊണ്ട് ഇനി പറയുന്ന സ്വത്രമൊക്കെ അറിഞ്ഞു പറയണം. കൈ അടിക്കുവാണെങ്കിൽ മര്യാദയ്ക്ക് അടിക്കണം. യോഗത്തിന് വരുവാണെങ്കിൽ ആത്മാർത്ഥത വരണം. ദൈവത്തെ സ്തുതിക്കുവാണെങ്കിൽ മനസ്സോടെ ചെയ്യണം. ഒരു പാട്ട് പാടുവാണെങ്കിൽ ഹൃദയം തുറന്നു പാടിയേക്കണം. ഇത് കാണുമ്പോൾ അവന് തോന്നും നിനക്ക് വേണ്ടി സമയം മാറ്റി വെച്ചാൽ ദൈവരാജ്യത്തിന്റെ കട്ടുപണിക്ക് പ്രയോജനപ്പെടുമെന്ന് അവന് തോന്നണം. മനസ്സിലായോ? ഇരുന്ന കളി നടക്കുകയല്ല. സ്വത്രം. അതൊക്കെ പുറകെ വന്നോളും. പക്ഷെ ഇരിക്കുമ്പോ നമ്മൾ ആത്മാർത്ഥമായിരിക്കണം. അപ്പൊ കേൾക്കൂ. സ്തോത്രം. ഈ സ്ത്രീക്ക് വേണ്ടിയാണ്, ഈ പെൺകൊച്ചിന് വേണ്ടി ഒരു പരിശീലകൻ തയ്യാറായി. ഇനി കേട്ടോണം, അയാൾ അവിടെ അങ്ങ് ഏറ്റെടുത്തു. ഒരു പരിശീലകന്റെ കൈക്കീഴിലേക്ക് വന്നുള്ള പ്രശ്നം പറയാം. കേൾക്കുന്നുണ്ടല്ലോ? ശ്രദ്ധിക്കുന്നുണ്ടല്ലോ? ഒന്നുകൂടെ സ്വത്രം പറഞ്ഞല്ലോ. പിന്നെ ഉഷ എത്ര മണിക്ക് എഴുന്നേക്കണം, എന്ത് കഴിക്കണം, എപ്പ ഉറങ്ങണം, ശരീരത്തിന്റെ വെയിറ്റ് എത്ര കിലോ ആയിരിക്കണം, ഇതൊക്കെ തീരുമാനിക്കുന്ന ഉഷയുടെ അപ്പനും അമ്മയല്ല, നമ്പ്യാര. സ്വത്രം. മനസ്സിലായോ? അവിടെയാണ് നമ്മുടെ പ്രശ്നം കിടക്കുന്നത്. നമുക്ക് തീരുമാനിക്കണം നമ്മൾ എന്ത് കഴിക്കണം, നമ്മൾ എപ്പോ എഴുന്നേക്കണം. അപ്പൊ രക്ഷപ്പെടണമെങ്കിൽ പറയാം, ഒരു പരിശീലകന്റെ അടുക്കലേക്ക് വന്നിരിക്കുക ഇപ്പൊ കൃപയാ. അത് വിശ്വസിക്കുന്നെങ്കിൽ നന്ദി. ഒരു യോഗത്തിൽ ആരോ നിങ്ങൾ ഉന്തിക്കയറ്റി വിട്ടതല്ല, ആരോ നിങ്ങളെ നിർബന്ധിച്ച് കെട്ടിവലിച്ചു കൊണ്ടുവന്നതല്ല. അങ്ങനെ ഒരാൾക്കും ഒരു യോഗത്തിൽ പങ്കെടുക്കാൻ പറ്റത്തില്ലെന്ന് ഈ പുസ്തകം സമർത്ഥിക്കുന്നുണ്ട്. പിതാവ് ആദർശിക്കാതെ ഈ പരിശീലകന്റെ അടുക്കലേക്ക് ഒരു പക്ഷേ നിങ്ങൾ വളർക്കുന്ന ഈ പ്രദേശത്ത് 100, 200, 300 ആളുകൾ കണ്ട് കുടുംബങ്ങൾ കണ്ടേക്കാം. അവർക്ക് ആർക്കും മനസ്സില്ലാതെ മാറി നിൽക്കുമ്പോൾ നമ്മൾ ഒന്നിച്ച് തിരക്കുള്ള രാജ്യത്ത് തിരക്കുകൾക്കിടയിലും ഓരോ ആഴ്ചയിലും ഒന്നിച്ചു കൂടുന്നത് സ്വർഗത്തിലെ ദൈവത്തിന്റെ ആദർശത്തിനായ നമ്മൾ വന്നത് അവന്റെ അടുക്കലേക്ക്. അവിടെ വന്നോടത്ത് നിൽക്കരുത്. ഇനി അടുത്ത സ്റ്റെപ്പിലേക്കുള്ള കയറ്റം ഞാൻ പറയാം. അവൻ പറയുന്നത് കേൾക്കാൻ തയ്യാറായി. സ്വത്രം. ഏതൊക്കെയാലും വന്നു. സ്വത്രം. അങ്ങനെയാണെങ്കിൽ അവന്റെ അടുക്കലേക്ക് വന്നെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായി മനസ്സ് വെക്കണം. അവൻ പറഞ്ഞോലെ കേൾക്കണം. കേട്ടോ? സ്വത്രത്തെ തണുപ്പാണെങ്കിലും കോരിച്ചൊരിയുന്ന മഴയാണെങ്കിലും പരിശീലനക്കാരിൽ നിൽക്കുമ്പോൾ നമ്പ്യാർ പറയും 4:15 എഴുന്നേൽക്കുഷേ, 4:30 മുതൽ രാവിലെ സ്വത്രം ഓടാൻ പോണം. അപ്പൊ പറയാ, സാറേ ഇന്നലെ ട്രാക്കിൽ എന്തോരം ഓടി, ഇന്നത്തേക്ക് ക്ഷമിക്ക്, ഭയങ്കര തണുപ്പാ. ഡൽഹിയിലും സ്വത്രം മറ്റു സ്ഥലത്തും മരം കോച്ചുന്ന തണുപ്പത്ത് ഇന്ന് വിടാൻ പറഞ്ഞ പുള്ളി വിടിയല്ല. കാരണം നിന്നിലൊരു പ്രതീക്ഷ അവനുണ്ട്. മനസ്സിലായോ? അതുകൊണ്ട് പലപ്പോഴും ദൈവം നമ്പരം ഓർക്കും മറ്റു പലർക്കും ഇല്ലാത്ത പല പ്രോത്സാഹനങ്ങളും പല പരിശീലനങ്ങളും ഈ കളിയിൽ ദൈവം നിനക്ക് തരുമ്പോൾ അവരുടെ ദൈവത്തെ പള്ളു പറയരുത്. ദൈവം കണ്ടിട്ടില്ല. മറ്റു പലർക്കും ഇല്ലാത്ത പല പോരാട്ടങ്ങളും നമ്മളിൽ വരുമ്പോൾ ഞാനോട് കാര്യം തുറന്നു പറയാൻ പറയും. ചിലപ്പോൾ കർത്താവിലേക്ക് അടുക്കുമ്പോൾ ദൈവത്തിന് ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ഒരു പ്രോസസ്സിലേക്ക് കയറ്റിവിടും. ചിലപ്പോ നമുക്ക് സഹിക്കാൻ, നമ്മുടെ എന്തോ ആക്കി പുറത്തു കൊണ്ടുവരാൻ ദൈവത്തിന് ഉദ്ദേശം ഉണ്ടാവും. ആ ഉദ്ദേശത്തിലേക്ക് നമ്മളെ സ്വത്രം എന്താ പറയാ, മെഴുകുരുക്കുന്നത് പോലെ ചില വിഷയങ്ങൾ കൂടെ ഉരുക്കി കയറ്റി വിടുമ്പോൾ സ്വത്രം അന്നേരം ഒരുപക്ഷെ പിശാച് അപ്പുറം നിന്ന് നമ്മൾ മനസാക്ഷിയോട് ചോദിക്കും, പ്രാർത്ഥിക്കാൻ പോകുന്നതിനേക്കാൾ മുമ്പ് നിനക്ക് ഇത്രയും പ്രശ്നമില്ലായിരുന്നല്ലോ, പോകാൻ തുടങ്ങിയതിന് ശേഷമല്ല ഈ പ്രതികൂലം മുഴുവൻ എന്ന് പറയുമ്പോൾ പേടിച്ചു പോകരുത്. അവിടെ ഈ ദൂരം വെക്കണം. എന്റെ ദൈവത്തിന് ഇഷ്ടപ്പെട്ടതുകൊണ്ട് ലഭിക്കുന്നത്
കേട്ടോ. സ്തോത്രം. കേട്ടോളേ, നിങ്ങളെ വഴി കൊണ്ടുവന്ന് കുഴിച്ചടിച്ച് അതുകൊണ്ട് ആർക്കും ബെനിഫിറ്റ് ഇല്ല. ഒരു കാര്യം പറയാം, ആത്മാർത്ഥതയ്ക്കകത്താണ് ബാക്കി കഥയല്ല ഇരിക്കുന്നത്. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ ദൈവം നമ്മളെ മാനിച്ചിരിക്കും. ആ ഭാഗത്ത് ഇറങ്ങി വരികയാണ്. യേശുവിനെ കുറിച്ച് പറഞ്ഞിരിക്കുന്ന മൂന്നാമത്തെ ഭാഗം, സ്തോത്രം, അതിന്റെ 5-ാം അധ്യായത്തിന്റെ 4-ാം വാക്യം നമ്മൾ വായിച്ചു. ആ വാക്യം ഇതാണ്: എന്നാൽ ഇടയ ശ്രേഷ്ഠൻ കണ്ടോ. യേശുവിനെ കുറിച്ചുള്ള പത്രോസ് ലേഖനത്തിലെ 3-ാമത്തെ പ്രയോഗം, സ്തോത്രം, ഇടയ ശ്രേഷ്ഠൻ. എന്തെന്നാ പറഞ്ഞേ? ഇടയ ശ്രേഷ്ഠൻ. സ്തോത്രം. കേൾക്കൂ, ഇവിടെ ഉള്ളവരെല്ലാരും ഇടയന്മാരാണ്. ഇടയ ശ്രേഷ്ഠൻ ഒരുവനേ ഉള്ളൂ. ശ്രേഷ്ഠ ഇടയൻ ഒരുവനേ ഉള്ളൂ. അവൻ വേദപുസ്തകം പറയുന്നു, അവൻ വന്നിട്ടില്ല, അവൻ പ്രത്യക്ഷനാകാനിരിക്കുന്നേ ഉള്ളൂ. സ്തോത്രം. ബൈബിളിനോടുള്ള കൂറ് നമുക്കുണ്ടാകണം. ഒരു സത്യം ഇതിനകത്ത് നിന്ന് കണ്ടാൽ അതിന് ആമീൻ പറഞ്ഞ് ഉറപ്പിക്കണം. അതാ സത്യമെങ്കിൽ അതിനെ അംഗീകരിക്കാൻ തയ്യാറാകണം. ഈ പുസ്തകം പഠിപ്പിക്കുന്ന എത്ര കൊല്ലത്തെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും, എത്ര വലിയ ആളാണെങ്കിലും, സ്തോത്രം, എത്ര ഇടവകളുടെ എത്ര സഭകളുടെ മേൽ റൂളുണ്ടെങ്കിലും, എന്താണെങ്കിലും, സ്തോത്രം, ഒരുവൻ മാത്രമേ ശ്രേഷ്ഠ ഇടയനുള്ളൂ. അത് നമ്മുടെ കർത്താവായ യേശുവാണ്. ബാക്കി എല്ലാവരും ഇടയന്മാരാണ്. പിന്നെ ആരെയും കയറി ശ്രേഷ്ഠ ഇടയെന്ന് വിളിച്ചേക്കരുത്. വേദോസ്തം പഠിപ്പിക്കുന്നു. സ്തോത്രം. ശ്രേഷ്ഠ ഇടയൻ ഒരുത്തനുള്ള അവൻ ഇവിടെ ഇല്ല, അവൻ പ്രത്യക്ഷനാകാനിരിക്കുന്നേ ഉള്ളൂ. ഇതാരാ പറയുന്ന അറിയുമോ? സ്തോത്രം, പത്രോസ്. നാട്ടുകാരുടെ ഭാഷ പറഞ്ഞാൽ 1-ാമത്തെ പുള്ളിയാണ് പറയുന്നത്. സ്തോത്രം, ഞാൻ ഇടയ ശ്രേഷ്ഠനല്ല, അവൻ പ്രത്യക്ഷനാകാനിരിക്കുന്നേ ഉള്ളൂ. ഒരു സ്തോത്രം നന്നായി പറഞ്ഞു. തിരിച്ചു വരുന്നു. ആദ്യത്തെ പ്രയോഗത്തിലേക്ക് തിരിച്ചു വരിക. യേശുവിനെ കുറിച്ച് പറയപ്പെട്ടിരിക്കുന്ന ആദ്യത്തെ 3 സ്റ്റേറ്റ്മെന്റിൽ ഒന്നാണ് ഞാൻ ആദ്യം പറഞ്ഞത്, ജീവനുള്ള കല്ല്. 2 അധ്യക്ഷൻ, 3 ഇടയ ശ്രേഷ്ഠൻ. ഈ 3 വാക്കുകളിലൂടെ യേശുവിനെ പരിചയപ്പെടുന്നത്. അതിൽ ആദ്യത്തെ പദമാണ് ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ വരുന്നവർക്ക് ജീവനുള്ള കല്ലുകൾ എന്ന പോലെ ആകാം. അതാണ് ആ വാക്യത്തിനുള്ളടക്കം. കേട്ടോളണേ, യേശു ക്രിസ്തുവാകുന്ന ജീവനുള്ള കല്ല്. അവന്റെ അടുക്കലേക്ക് ആരെങ്കിലും വന്നാൽ, തുറന്നു പറയട്ടെ, സ്തോത്രം, പനി മാറുന്നോ മുഴ മാറുന്നൊന്നും അല്ല പത്രോസ് പറയുന്നേ. ചിലപ്പോ മാറിയേക്കാം. സ്തോത്രം. ഇനി മാറിയില്ലെങ്കിൽ ഞാനൊരു കാര്യം പറയാം. വന്നത് യേശുവിന്റെ അടുക്കലാണെങ്കിൽ, ആത്മാർത്ഥയോടെ രണ്ടും കൽപ്പിച്ച വന്നതെങ്കിൽ, ആ വന്ന പുള്ളി കുറെ കഴിയുമ്പോൾ അവനെ പോലെ ആയി മാറും. അവൻ കല്ലാണെങ്കിൽ അവനെ പോലെ ജീവനുള്ള കല്ലായി മാറും. അതിപ്പോൾ ഒരു ഭാഗ്യം. അതിൽ കുറഞ്ഞ് നമ്മൾ പ്രസംഗിക്കണം. മനസ്സിലായി? അവ കേട്ടെ, ഇതിന്റെ റിയാലിറ്റി ആരാ പ്രസംഗിക്കുന്നത് അറിയൂ? യേശുവിന്റെ അടുക്ക് വന്ന വീട് കിട്ടും, കാറ് കിട്ടും, സൈക്കിൾ കിട്ടും. അതൊരു കൊച്ചു കാര്യം പ്രിയപ്പെട്ടവരെ. വലിയ കാര്യം കിടക്കുമ്പോൾ അതാണ് പ്രസംഗിക്കേണ്ടത്. സ്തോത്രം. യേശു പറയുന്നു, പത്രോസ് പറയുന്നു, യേശുവിന്റെ അടുക്ക് വന്നാൽ നീരും വേദന പോകുന്നല്ല പറഞ്ഞിരിക്കുന്നത്. യേശുവിന്റെ അടുക്ക് വന്നാൽ അവനെ പോലെ ആകാം. അതാണ് വലിയതാണ്. സ്തോത്രം വലിയത്. മനസ്സിലായോ? സ്തോത്രം. ഹല്ലേലൂയ. കേട്ടെ? സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. ഞാൻ ഉദാഹരണം പറയാം, ക്ഷമിക്കണം, അത് പറയാൻ വേണ്ടി, മനസ്സിലാൻ വേണ്ടി പറയാം. സ്തോത്രം. ഹല്ലേലൂയ. മമ്മൂട്ടി പറയുക, എന്റെ അടുക്ക് വന്ന എന്റെ കുപ്പായം തരാന്ന് പറയുന്നു. സ്തോത്രം. കുറെ ആൾക്കാർ പറയുന്നു, അങ്ങനെ എടുക്കുന്ന അങ്ങനെ കുപ്പായം കിട്ടും. മമ്മൂട്ടി പറയുന്നു, എന്റെ അടുക്ക് വന്ന എന്നെ പോലെ ആക്കി തരാം. പിള്ളേർ ഏതിന് പോകും? കണ്ടതില്ല. മമ്മൂട്ടി പറഞ്ഞല്ലോ, എന്ന് മനസ്സിലാക്കി കൊടുക്കണം കേട്ടോ. ഒരു കൂട്ടം ആളുകൾ പുള്ളിയുടെ കുപ്പായം കിട്ടും ചെല്ലാൻ പറയുമ്പോ പുള്ളി പറയുന്ന പറയൂ, എന്റെ അടുത്ത് മര്യാദയ്ക്ക് വരണം, എന്നെ പോലെ ആക്കി തരാം. സ്തോത്രം. എന്റെ വിചാരം ആൺപിള്ളേരാണെങ്കിൽ പുള്ളിയെ പോലെ ആന പോകുള്ളൂ. സ്തോത്രം. കേൾക്കുന്നുണ്ടല്ലോ, മനസ്സിലാവുന്നുണ്ടല്ലോ. അപ്പൊ വേദപുസ്തകത്തിന്റെ ഉപദേശം അറിയോ? അവന്റെ അടുക്ക് വന്ന് അവനെ പോലെ ആകാം. ആ കൂടെ അത്ഭുതങ്ങളും അടയാളങ്ങൾ, കാരണം അവനൊക്കെ ചെയ്തവനല്ലേ, അവനൊക്കെ വിടുതലുകൾ സ്തോത്രം വെളിപ്പെടുത്തിയവനല്ലേ. അവന്റെ അടുക്ക് വന്ന ഇതുപോലെ ആയി മാറാൻ പറ്റും. ഇത് പത്രോസ് പറയുന്നത് ഒരു തിയോളജിക്കൊന്നും വായിച്ചു കേട്ടിട്ടോ, ഏതെങ്കിലും സ്ഥലത്ത് നിന്ന് നെറ്റിന്നോ ടിവിന്നോ മനസ്സിലാക്കിയിട്ട് പറയുന്നല്ല. പത്രോസിന്റെ അനുഭവത്തിൽ നിന്നാ പറയുന്നത്. സ്തോത്രം. മനസ്സിലാവുന്നുണ്ടല്ലോ? പത്രോസ് പറയുന്ന അവന്റെ അനുഭവത്തിൽ നിന്ന് പറയുന്നത്, അവന്റെ അടുക്കൽ ആര് വന്നാലും അവനെ പോലെ ആകാം. അവനൊരു കല്ലാണ്, വെറും കല്ലല്ല, ജീവനുള്ള കല്ലാണ്. ആ ജീവനുള്ള കല്ലായ അവന്റെ അടുക്കൽ ചെന്നാൽ നമുക്കും ജീവനുള്ള കല്ല് പോലെ എന്ന് പത്രോസ് പറയുന്നത്, ഞാൻ വീണ്ടും പറയുന്നു, ആരും പറഞ്ഞു കൊടുത്തതല്ല, പുസ്തകം തലമുറ കൈമാറിയതല്ല. ഇത് അങ്ങേരുടെ അനുഭവമാണ്. എന്താണ് അങ്ങേരത് പറയാനുള്ള അനുഭവം? അത് പറയുമ്പോഴത്തേ നമ്മുടെ യോഗം തീരും. സ്തോത്രം. അതിലേക്ക് വരിക. കേട്ടോളണം. എന്തുകൊണ്ടാണ് ഞാൻ പറഞ്ഞല്ലോ, അദ്ദേഹത്തിന്റെ അനുഭവമാണ്. എന്തായിരുന്നു പത്രോസ് അങ്ങനെ പറയാനുള്ള അദ്ദേഹത്തിന്റെ പേഴ്സണൽ എക്സ്പീരിയൻസ് പറയാം. യേശുക്രിസ്തുവുമായിട്ട് പത്രോസ് ആദ്യം സന്ധിക്കുന്ന ഭാഗം
വിശുദ്ധ യോഹന്നാന്റെ സുവിശേഷം 1-ാം അധ്യായം 42-ാം വാക്യമാണ്. അന്ത്രയോസ് കേട്ടിട്ടുണ്ടല്ലോ. അന്ത്രയോസിന്റെ ഓൺ ബ്രദറാണ് പത്രോസ്, സ്വന്തം സഹോദരൻ, ഒരമ്മയുടെ മക്കൾ അവർ രണ്ടുപേരും. സ്തോത്രം. അന്ത്രയോസ് ആണ് യേശുവിനെ ആ വീട്ടിൽ ആദ്യം കണ്ടത്. സ്തോത്രം. യേശുവിനെ ആദ്യം കണ്ടത് അന്ത്രയോസ്. ഇവര് മീൻപിടുത്തക്കാരുടെ കുടുംബമായിരുന്നെങ്കിലും, കേട്ടോ, മീൻപിടുത്തക്കാരുടെ കുടുംബമായിരുന്നെങ്കിലും അന്ത്രയോസ് ഇച്ചിരി ആത്മീക വീര്യമുള്ള ആളായിരുന്നു. അതുകൊണ്ട് സ്തോത്രം, യേശു വരുന്നതിനേക്കാൾ മുമ്പ് ഗലീലയുടെ അല്ലെങ്കിൽ യോർദാന്റെ 2 കരകളിലും യോഹന്നാൻ സ്നാപകൻ വന്ന് മാനസാന്തര പ്രസംഗം പ്രസംഗിച്ചു. യഹൂദ മതത്തിനെതിരെ അതിശക്തമായി സർപ്പസന്തതികളെ എന്ന് വിളിച്ച് യോഹന്നാൻ തന്റെ ശുശ്രൂഷ നടത്തി. മാനസാന്തരപ്പെടുന്നവരെ മാനസാന്തര സ്നാനം കഴിപ്പിച്ചു. സ്തോത്രം. ഈ ശുശ്രൂഷയിൽ ഒരു ബ്രാക്കറ്റ് പീരീഡിൽ ന്യായപ്രമാണത്തിനും കൃപായുഗത്തിനും ഇടയ്ക്ക് ഇത് രണ്ടിലും പെടാത്ത നിലവാരത്തിൽ പുരോഹിതന്റെ മകനായ യോഹന്നാൻ പുരോഹിതനാകേണ്ടതിന് പകരം, സ്തോത്രം, അദ്ദേഹം ഒരു പ്രയർ ഗ്രൂപ്പിലേക്ക്, നമുക്ക് മനസ്സിലാവുന്ന ഭാഷ പറയുക, ഒരു ഉണർവ് സംഘത്തിലേക്ക്, ഒരു റിവൈവൽ മൂവ്മെന്റിലേക്ക് മാറി. അദ്ദേഹത്തിന്റെ പ്രസംഗം റഫായിരുന്നു. ആളുകളെ സ്നേഹത്തോടെ വിളിച്ചത്, സർപ്പസന്തതികളെ വിളിച്ചു, മാനസാന്തരം പ്രസംഗിച്ചു. എങ്കിലും യഹൂദന്മാരുടെ ഇടയിൽ യഹൂദ മതത്തിന്റെ പഴുത്ത ഇടപാടുകളിൽ തിക്താനുഭവം തോന്നിയ ഒരു കൂട്ടം ആളുകൾ മാനസാന്തര സ്നാനപ്പെട്ട് യോഹന്നാന്റെ കൂടെ ചേർന്നു. അവരെ ബൈബിൾ വിളിക്കുന്നത് യോഹന്നാന്റെ ശിഷ്യന്മാർ. വായിച്ചുള്ളവർ സ്തോത്രം ചെയ്താട്ടോ. യോഹന്നാന്റെ ശിഷ്യന്മാർ. കേട്ടോളണേ. സ്തോത്രം. അങ്ങനെ ഒരു ആത്മീയ ഗ്രൂപ്പ് ഉണ്ടായ കൂടത്തിൽ പത്രോസിന്റെ വീട്ടിൽ നിന്ന് യോഹന്നാന്റെ ഗ്രൂപ്പിൽ സ്നാനപ്പെട്ട് ചേർന്ന ഒരാളാണ് പത്രോസിന്റെ സഹോദരനായിരിക്കുന്ന അന്ത്രയോസ്. യോഹന്നാൻ സ്നാപകന്റെ കൂടെ നടക്കുക. അങ്ങനെ നടക്കുന്ന കൂടെ ഒരു ദിവസം യേശു പോകുന്ന കണ്ടപ്പോൾ യോഹന്നാൻ വിളിച്ചു പറഞ്ഞു, ഇതാ ലോകത്തിന്റെ പാപത്തെ ചുമന്നൊഴിക്കുന്ന ദൈവത്തിന്റെ കുഞ്ഞാട്. ഇത് പറഞ്ഞ മാത്രയിൽ യോഹന്നാന്റെ കൂടെ വന്ന ശിഷ്യന്മാരിൽ കുറെ പേര് യേശുവിന്റെ കൂടെ പോയി. സ്തോത്രം. അതിലൊരുവനായിരുന്ന അന്ത്രയോസ്. അന്ന് അന്ത്രയോസ് യേശുവിന്റെ ആ പാരരാറുണ്ട്. ഞാൻ പാരമ്പര്യ കഥ പറയുകയല്ല, ബൈബിളിന്റെ കാര്യം പറയാ. വായിപ്പിക്കാൻ ഞാൻ പറഞ്ഞു കൊടുക്കുന്നു. സ്തോത്രം. കേട്ടോ, നിങ്ങളുടെ ആ ഇരുപകണ ഭാഗത്ത് സ്തോത്രം മറ്റേ കഥ അല്ല. സ്തോത്രം. കേൾക്കണേ. അപ്പൊ ആ പാരരാവില്ലാത്തുണ്ടോ വീട്ടിൽ പോയി ഞാൻ പറഞ്ഞത് ഈ സമ്മതി തരാം, നിങ്ങൾ പോയി വായിച്ചാൽ മതി, കറക്റ്റ് ആയിരിക്കും സംഗതി. അപ്പോ അന്ത്രയോസ് അന്ന് രാത്രി യേശുവിന്റെ കൂടെ താമസിച്ച് തിരിച്ചു വന്നു. അപ്പൊ അന്ത്രയോസിന് ഭയങ്കര വെപ്രാണ്. ഇത് ആരോടെങ്കിലും പറയണം. യേശുവിനെ കണ്ടുവന്നു. യേശുവിനെ കണ്ടപ്പോൾ പ്രശ്നം എന്താണെന്നറിയോ? ധാരാളം പറഞ്ഞു പറ്റും. സ്തോത്രം. യഥാർത്ഥത്തിൽ കർത്താവിനെ കണ്ടുവന്നത് ഇപ്പൊ നമുക്ക് പരിശോധിക്കാം. പനി ഉണ്ടോന്ന് പരിശോധിക്കുന്നതല്ലേ പരിശോധിക്കാം. ഇന്ന് വരെയും കർത്താവിനെ കണ്ട ആരോടെങ്കിലും ഒരാളുണ്ട് ആ യോഗത്തിലൊന്ന് പങ്കെടുക്കണോട്ടോ, ആ വചനമൊന്ന് കേൾക്കണോട്ടോ എന്ന് പറഞ്ഞില്ലെങ്കിലും പറയാനൊരു തുടിപ്പുണ്ടാകുന്നെങ്കിൽ ഉറച്ചോ രക്ഷിക്കപ്പെടണുണ്ട്. മനസ്സിലായോ? അപ്പൊ ഇത് പത്രോസ് അന്ത്രയോസ് ഒത്തിരി യോഗമൊന്നും പങ്കെടുത്തില്ല. ആ യേശുവിനെ കണ്ടെന്ന് തിരിച്ചു വന്ന വഴിക്ക് അവന് തോന്നി, എന്റെ സഹോദരനെ കുറിച്ച് അറിയിക്കണം. ഏറ്റവും ചുരുങ്ങിയത് നമ്മൾ ഓൺ ബ്രദറിനെ വിളിച്ചാൽ ഇമെയിൽ അയച്ചിട്ടാണെങ്കിലും നമ്മൾ അറിഞ്ഞ സത്യം അറിയിക്കണം. സ്തോത്രം. കേട്ടോളേ. ഞാൻ പ്രാക്ടിക്കൽ പറയാം, ചിരിക്കാൻ വേണ്ടി ചെയ്യണം. സ്തോത്രം. കേൾക്കൂ. അങ്ങനെ അന്ത്രയോസ് പത്രോസിനെ വിളിച്ചോണ്ട് യേശുവിന്റെ അടുക്ക് വരുന്ന രംഗമാ. 42-ാം വാക്യം വായിച്ചു. 42-ാം വാക്യം. അങ്ങനെ അവനെ യേശുവിന്റെ അടുക്കൽ കൊണ്ടുവന്നു. അവനെ ആരെയാ? പത്രോസിനെ. വന്നതല്ല, കൊണ്ടുവന്നതാ. സ്തോത്രം. പ്രൈസലോ. നമ്മളിപ്പോൾ തന്നെ വന്നാലേ വേല എങ്ങനെയാ കൊണ്ടുവന്ന? ആരോ ചോന്നുകൊണ്ട് വന്ന. സ്തോത്രം. അത് ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്നു. കേട്ടോ. സ്തോത്രം. അവനെ യേശുവിന്റെ അടുക്ക് കൊണ്ടുവന്നു. എന്നിട്ട് യേശു നോക്കണം. വന്നാൽ ഉടനെ കർത്താവ് അവനെ നോക്കിയിട്ട്, നീ യോഹന്നാന്റെ പുത്രനായ ശീമോനാകുന്നു. ഒന്നും ഇങ്ങോട്ട് പറയാനേ സംബന്ധിച്ചില്ല. അന്ത്രയോസ് പറയുന്ന സഹോദരനാണ് എന്നൊക്കെ പറഞ്ഞു. യേശു മിണ്ടിയില്ല. സ്തോത്രം. ഈ ആത്മീയ യോഗത്തിന്റെ ഒരു പ്രത്യേകത പറയാം. യഥാർത്ഥത്തിന് പരിശുദ്ധാത്മാ വ്യാപരിക്കുന്നെങ്കിൽ നീ ഒരു കാര്യം ഇങ്ങോട്ട് പറയണ്ട, ഒരു കുറിപ്പ് എഴുതി തരണ്ട. ദൈവസഭയ്ക്കകത്ത് വന്നിരിക്കുമ്പോൾ അന്ന് ആശീർവാദം പറയുന്നതിനേക്കാൾ മുമ്പ് ദൈവദാസന്മാരുടെ ഏതെങ്കിലും ഒരു വാക്കിലൂടെ ദൈവത്തിന്റെ ആത്മാവ് നിന്നെ കുറിച്ചോ നിന്റെ വിഷയത്തെ കുറിച്ചോ സംസാരിച്ചിരിക്കുമെന്ന കാര്യം ആത്മീയത. കേൾക്കണേ. തിരിച്ചു വരുന്നു. സ്തോത്രം. യേശു ഒന്നും പറയാൻ സമ്മതിച്ചില്ല. യേശു ഇവനെ നോക്കിയിട്ട് പറയുക, നീ യോഹന്നാന്റെ മകനായ ശീമോനാകുന്നു. അടുത്തത്, നിനക്ക് കേഫ എന്ന് പേരാകും. അടുത്തത്, അത് പത്രോസ് എന്നാകുന്നു. കേട്ടോളേ. അപ്പൊ യേശുവിന്റെ അടുക്കലുള്ള പേരെന്താ? അല്ല, കേട്ടില്ലേ? അല്ല, ശീമോൻ. സ്തോത്രം. എന്താ പറഞ്ഞേ? വന്നത് ഭയങ്കര സൂക്ഷിച്ചു. ഒരാഴ്ച കൊണ്ട് ബൈബിൾ വായിച്ച് തീർന്നില്ലെങ്കിലും ദൈവാർച്ചനും വഴക്ക് കുറയല്ല. വായിക്കുന്നിടത്തോളം കാര്യം തീർത്തു പോകണം. അങ്ങനെ ട്രൈ ചെയ്ത് നോക്ക്. സ്തോത്രം.
കേട്ടോ. അപ്പൊ അവിടെ ചെല്ലുമ്പോഴത്തേക്കും ബൈബിള് മുഴുവൻ വായിച്ചിരുന്നവർക്ക് മാറിയൊക്കെ അങ്ങനെ ചോദ്യം സ്വർഗത്തിലില്ല. അതുകൊണ്ട് അങ്ങനെ പേടിക്കണ്ട. സ്തോത്രം. തീർക്കാൻ പറ്റുമെങ്കിൽ തീർക്കാം. പിന്നെ ഒരു കാര്യം ഞാൻ പറയാം, ഒരു കാര്യം വായിച്ചിട്ട് ഒരാഴ്ച കൊണ്ട് ഒരു പാരഗ്രാഫേ വായിക്കാൻ പറ്റുള്ളെങ്കിലും അതങ്ങ് തറവായിട്ട് പോകണം. സൂക്ഷ്മ പരിശോധന നടത്തണം. കേട്ടോണോ? സ്തോത്രം. ഇതിന്റെ ഗ്രാമറും കുത്തും കോമയും എല്ലാം ഭയങ്കര സീരിയസാ. അപ്പൊ നോക്കി ആ വാക്കെന്നറിയോ? യേശുവിനെ കണ്ട വഴി പറയുക, നീ യോഹന്നാന്റെ മകനായ ശീമോനാണ്. അപ്പൊ അവന്റെ അപ്പനും അമ്മയും കൂടെ അവരുടെ പേര് ഓർത്തോണ്ട് എന്തെന്നാ? ശീമോൻ. എന്നിട്ട് യേശു ഒരു പ്രവചനം പറയുക, നിനക്ക് കേഫ എന്നും കൂടെ പേരുണ്ട് എന്നാണോ പറഞ്ഞേ? അല്ല, പിന്നെന്താ പറഞ്ഞേ? നിനക്ക് കേഫ എന്ന് പേരാകും. അടുത്തത് അത് പത്രോസ് എന്നാകുന്നു. അപ്പൊ ഇവന് പത്രോസിന് പേരിട്ട ആരാ? യേശു. അപ്പന്റെ മണിവിട്ട പേര് ശീമോൻ. യേശു അവിടെ വെച്ച് പറഞ്ഞു പത്രോസ് എന്നാകുന്നു. പത്രോസ് എന്നാകും. ഈ മനുഷ്യന് സ്വോത്രം പോലും പറഞ്ഞില്ല, മിണ്ടിയില്ല. പുള്ളി താങ്ക്സ് പോലും പറയാതെ ഇതാണോ യേശു എന്ന് ചോദിച്ചിട്ടങ്ങ് പോയി. അങ്ങനെ അവിടെ എഴുതിയിട്ടില്ല. സ്വോത്രം എന്റെ ഭാവനയാ. മിണ്ടിയില്ല. അവിടെ കൊണ്ട് പാരഗ്രാഫ് തീരുക. പക്ഷെ യേശു ഒരു കാര്യം പറഞ്ഞൊരു പ്രവചനമാണ്. അതിന് നമുക്ക് ഇഷ്ടപ്പെട്ടാലും പെട്ടില്ലെങ്കിലും അത് എവിടെയെങ്കിലും കയറി കൊണ്ടിരിക്കും. മനസ്സിലായ? സ്വോത്രം. ഇവൻ നല്ല പേരാ, ഈ പേരൊന്ന് മാറ്റാൻ വേണ്ടി ഞാൻ ഗസറ്റിൽ കൊടുക്കാതിരിക്കുകയായിരുന്നു എന്നൊന്നും പറഞ്ഞില്ല. അത് വിളിക്കുക. എന്റെ അപ്പനും നിങ്ങൾ ഓർത്ത് നോക്കി ആ പശ്ചാത്തലം. നിങ്ങൾ ആദ്യമായിട്ട് യോഗത്തിന് വരും, നിങ്ങൾ ആദ്യ യോഗത്തിന് ആ ദിവസം ഒന്ന് ഓർത്ത് നോക്കി. ഭയങ്കര നാണിച്ച്. എനിക്കറിയാം, ഞങ്ങളെ പോയൊക്കെ ഓർക്കുന്നുണ്ട്. ഒതുങ്ങി ഒരു വല്ലാത്ത, ഞാൻ തുറന്നു പറഞ്ഞു, ചമ്മലിലൊക്കെ വന്ന് ഇരിക്കുക. അങ്ങനെ ഇരിക്കുമ്പോൾ സാമ്പാഷ് പറയുക, നിന്റെ പേര് ഇന്നു മുതൽ ആലീസ് എന്നല്ല സാലി എന്നാകുന്നു എന്ന് പറഞ്ഞ അടുത്ത ആഴ്ച യോഗത്തിന് വരും. നമ്മളെല്ലാരും വിളിച്ചു പറയും, പോകരുത്, പുള്ളിക്ക് പേര് മാറ്റാൻ സ്വത്രം പോകൂ. ഇതല്ലേ യേശു ഒന്നാം തരം എസ്എസ്എൽസിക്ക് കിടക്കുന്ന പേരാ. കണ്ട മാത്രം പറയാ, നിനക്ക് പത്രോസ് എന്ന് പേരാവും. പുള്ളി മിണ്ടിയില്ല, ഇഷ്ടപ്പെടാതെ അങ്ങ് പോയി. രണ്ടാമത് യേശുവും പത്രോസുമായി കൂടിക്കാണുന്ന രംഗം ലൂക്കോസ് 5-ാം അധ്യായത്തിലാണ്. നമുക്കറിയാവുന്ന ഭാഗങ്ങളൊക്കെ, അതൊക്കെ പഴയ ഭാഗങ്ങളാണ്. ഇവര് പിന്നെ മീൻ പിടിക്കാൻ പോയി. പത്രോസ് രക്ഷയിലേക്കോ മാനസാന്തരത്തേക്കോ ഒന്നും വന്നില്ല. അവനിതൊന്നും വലിയ കാര്യമാക്കിയില്ല. അന്ത്രയോസ് പിന്നെ കർത്താവിന്റെ കൂടെ നടന്നു. എങ്കിലും സ്തോത്ര പത്രോസ് വീണ്ടും മീൻപിടുത്തം ഗെന്നസറേത്ത് തടാകത്തിന്റെ കരയിൽ നിൽക്കുമ്പോൾ പുരുഷാരം ദൈവത്തിനും കേൾക്കേണ്ടവൻ തിക്കിക്കൊണ്ടിരിക്കുക. 2 പടക് കരയ്ക്കടുത്ത് നിൽക്കുന്നത് കണ്ടു. അവയിൽ നിന്ന് മീൻപിടുത്തക്കാർ വലകഴുകയായിരുന്നു. ആ പടകിൽ ഇപ്പൊ പേര് മാറിയോ? ഇപ്പോഴും ആരാ? ശീമോൻ തന്നെയാ. സ്തോത്രം. കേട്ടോളേ, ശീമോനുള്ള പടകിലേക്ക് യേശു ചെന്നു. ഇതിന്റെ വ്യാഖ്യാനം എഴുതിയിരിക്കുന്ന ആളുകൾ പറഞ്ഞിരിക്കുന്ന ഇങ്ങനെയാണ്. ഒരു ടൈമിൽ ഒരു ഹാർബറിൽ ഫിഷിംഗ് കഴിഞ്ഞിട്ട് 400-450 ഇടയ്ക്ക് പടകുകൾ, അവർക്ക് മീൻപിടുത്തല്ലേ പണിയുള്ളൂ, അത്രയും പടകുകൾ ഒരുമിച്ച് വന്ന് കൂടും. അപ്പൊ ഈ സമയത്ത് സ്വാഭാവികമായിട്ട് ഇവിടെ ഒത്തിരി പുരുഷന്മാരും ഒത്തിരി ആൾക്കാരാണ്, ഒരുപാട് പടകളുണ്ട്. ആ പടകൾ, ഈ 100-400 പടകൾ കിടക്കുന്നതിനിടയിൽ 2 പടക് യേശുവിന്റെ ശ്രദ്ധപ്പെട്ടു. അതിൽ ശീമോനുള്ള പടകിൽ യേശു എന്നിട്ട് അപേക്ഷിച്ചു, ഇച്ചിരി വെള്ളത്തിലേക്ക് നീക്കാമോ? സ്തോത്രം. കേൾക്കണേ, കർത്താവ് എങ്ങനെ കറക്കി കുത്തിയാലും അവൻ കണ്ടോലെ നെഞ്ചത്തേക്ക് ഓടോളൂ. സ്തോത്രം. മനസ്സിലായോ? കണ്ടിട്ടുണ്ടെങ്കിൽ നീ എവിടെ പോയിരുന്നാലും സ്തോത്രം. അതുകൊണ്ട് ഇതൊക്കെ ഞാൻ പറയാം, ഇതൊന്നും നമുക്ക് അബദ്ധം പറ്റുന്നതോ നമ്മുടെ ബിസിനസ് പൊട്ടുമ്പോൾ ആരാണ് നമ്മളെ കൊണ്ട് സമാധാനത്തിന് കൊണ്ട് ഇരുത്തുന്നതോ അങ്ങനെ ഒന്നും അല്ല ഇത്. സ്തോത്രം. മനസ്സിലായോ? പിന്നെ ഇത് പൊട്ടുന്ന എന്താണെന്നറിയോ? നമ്മളോട് എന്നോ ദൈവം പറഞ്ഞിട്ടുണ്ട്, നീ കറങ്ങി തിരിഞ്ഞ് പത്രോസാവും. അതങ്ങ് നേഴ്സിംഗ് പഠിക്കാൻ പോകാത്തങ്ങനെ പറഞ്ഞായിരിക്കും. കേട്ടോ? സ്തോത്രം. അന്ന് നമ്മളത് മൈൻഡ് ചെയ്തേ ഇല്ല. സ്തോത്രം. എവിടെയോ യോഗത്തിന് പോയപ്പോ, അന്നങ്ങനെ പോയ വഴിക്ക് സ്തോത്രം കൂട്ടുകാരുടെ കൊച്ചിന്റെ ബർത്ത്ഡേ പാർട്ടിക്ക് പോയപ്പോ ആ പ്രസംഗത്തിനകത്തെങ്ങായിരിക്കും അന്ന് യേശു പറഞ്ഞത്, നിന്നെ നോക്കി വെച്ചിട്ടുണ്ട് പോകാന്ന്. സ്തോത്രം. നമ്മളത് മൈൻഡ് ചെയ്തില്ല. പിന്നെ നമ്മൾ പോയി. എന്താ പ്രശ്നം എന്നറിയോ? അങ്ങനെ ഒരു നോട്ടം വീണാൽ പിന്നെ എവിടെയെങ്കിലും ഇട്ട് പിടിക്കും. സ്തോത്രം. അങ്ങനെ നോട്ടം വീണവർക്കായി സ്തോത്രം. ഞാൻ സത്യം പറയുന്നു, സത്യം. സ്തോത്രം. കർത്താവ് നോക്കാത്ത ഒരുവനും ഈ സഭയിൽ കയറാൻ പറ്റിയല്ല. ഞാൻ സാമ്പാസ സഭയല്ല പറയുന്നത്, കർത്താവിന്റെ സഭ. അവൻ കാണാത്ത ഒരുവനെയും ദൈവം ചേർത്ത് വെച്ച് പണിയാൻ പറ്റിയല്ല. സ്തോത്രം. അപ്പൊ കർത്താവ് കണ്ടവൻ, കർത്താവ് നോക്കി പതുക്കെ രാവിലെ ഒരു മോർണിംഗ് വാക്ക് നടക്കുന്ന പോയി കറക്റ്റ് സ്തോത്രം വന്ന് ശീമോന്റെ പടകിന്റെ അവിടെ വന്നു നിന്നിട്ട് പറഞ്ഞു,
ഒരു കാര്യം ചോദിച്ചോട്ടെ, ആ പടക് ഇച്ചിരി ഒന്ന് നീക്കാമോ? പത്രോസിന് അപ്പോഴും പിടികിട്ടിയില്ല. പണ്ട് കണ്ട ആളാ. ആ ചേട്ടൻ പോകുന്ന സഭയിലെ പാസ്റ്റർ എന്ന് പിടികിട്ടിയില്ല. സ്വത്രം പുള്ളി പറഞ്ഞു ഞങ്ങൾ പല വഴിക്കൊണ്ടിരിക്കാൻ പറഞ്ഞു. പുള്ളി പടക് നീക്കിയിട്ട് കൊടുത്തു. യേശു ആ പടകിൽ നിന്ന് സംസാരിച്ചു. ഇതെല്ലാം കഴിഞ്ഞപ്പോൾ പത്രോസ് ആവശ്യപ്പെട്ടിട്ടല്ല. സ്വത്രം പത്രോസ് എന്ന് പറഞ്ഞു കുറേം കൂടി ആഴത്തിലേക്ക് നീക്കി ഒന്നോടെ വലയേറി. നമുക്കറിയാം സൺഡേ സ്കൂൾ സ്റ്റോറി അത്. ആ വീശങ്ങ് വീശി അതിനകത്ത് വലിച്ചു കയറ്റിയപ്പോൾ 2 പടക് നിറച്ച് മീൻ കിട്ടിയെന്ന് എഴുതിയിരിക്കുന്നത്. ഞാൻ ഒരു ആത്മീക ദൂത് പറയാം. സ്വർഗസ്ഥനായ ദൈവത്തിന് ടൈമുണ്ട്. അവൻ പറയുന്ന സമയത്ത് ഒരൊറ്റ വീശിയാലുണ്ടല്ലോ, അന്ന് ചുമ്മാ ഒരു കോർമ്പലെ കോർക്കാനല്ല, 2 പടക് നിറയ്ക്കാനുള്ള മീൻ കിട്ടും. ഞാൻ നിങ്ങളുടെ സഭയോട് എന്റെ ചുമ്മാ ഒരു ഇൻഫ്ലുവൻസിന് വേണ്ടി പറയല്ല, എന്റെ ഹൃദയത്തിൽ തെളിയുന്നൊരു ദൂത് പറയാം. സ്തോത്രം. കർത്താവ് പറയുന്ന സമയത്ത് ഉപവാസം ഇരുന്നാൽ, കർത്താവ് പറയുന്ന സമയത്ത് ഒരു കൺവെൻഷൻ നടത്തിയാൽ, കർത്താവ് പറയുന്ന സമയത്ത് നിങ്ങൾ ഒരു ഓഫ് ഡേയില് 4 വീട്ടിൽ കയറാൻ തീരുമാനിച്ചാൽ, അത് അവൻ പറയുന്ന സമയത്താണെങ്കിൽ ഉണ്ടല്ലോ, നമ്മൾ കഴിഞ്ഞ 12 കൊല്ലം വീശിയിട്ട് കിട്ടാത്തത് ഈ ഒറ്റ വീശി കയറും. സ്തോത്രം. ഞാൻ സഭയോട് പറയുക, സഭയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്ന എല്ലാവരും പറയുക. സ്തോത്രം. യോഗവും കൺവെൻഷനൊക്കെ ആണ്ടിലൊക്കെ നമ്മൾ മാറി നടത്തുന്ന നല്ല കാര്യം. പക്ഷെ നിങ്ങൾ ആത്മാവിൽ പ്രാർത്ഥിക്കണം, കർത്താവേ നിന്റെ സമയത്ത് ഒരു വീശാൽ അത് ആ സമയത്താണെങ്കിൽ. ഇത്രയും നാളോട് വീശിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ എവിടെയായിരുന്നു കിടന്നത് നമുക്കറിയില്ല. തമ്പുരാന്റെ നമ്മൾ ഇനി കയറി ഇറങ്ങി ടയറ് തേഞ്ഞ റോഡാണെങ്കിലും അവിടെ കിടക്കുന്നുണ്ട് നമ്മുടെ ആളുകൾ. അത് അവന്റെ സമയത്ത് വീശിയാൽ 2 പടക്. ഞാൻ പ്രാർത്ഥിച്ചുകൊണ്ട് പറയുന്നു, ഈ കൊല്ലത്തെ വീശലിൽ 2 പടക് നിറയട്ടെ. അതൊന്ന് മുറുകെ പിടിച്ച് പ്രാർത്ഥിക്കട്ടെ. ചുമ്മാ പണം മുടക്കുമല്ല, മനുഷ്യന്റെ കർത്താവേ ഇതൊരു നിന്റെ സമയത്തായിരിക്കട്ടെ. ഈ വീശലോടെ ഞങ്ങൾക്ക് 2 പടക് നിറയ്ക്കാൻ പ്രാർത്ഥിക്കുക. സമയം കിടക്കുന്നുണ്ടല്ലോ. സ്തോത്രം. നാളെയും കൂടി ഇനി എങ്ങനെ വിളിച്ചാൽ ഈ കൊല്ലത്ത് വരവിൽ മീറ്റിങ്ങിന് വരാൻ പറ്റിയില്ല. അപ്പൊ ഇനി ഒരു മീറ്റിംഗ് കൂടെ കിട്ടാൻ വേണ്ടി പറയല്ലേ, ഇതൊരു ദൂതായി പറയുക. അത് മുറുകെ പിടിച്ച് അന്ന് പ്രാർത്ഥിക്കണം. ദൈവം പടക് നിറയ്ക്കും. പടക് നിറഞ്ഞു കഴിഞ്ഞപ്പോൾ പത്രോസ് കാലിൽ വീണിട്ട് പറയുക, ഞാൻ പാപിയായ ഒരു മനുഷ്യനാണ്. കേട്ടോ? സ്തോത്രം. എന്നെ വിട്ടു പോണം. ഇപ്പോഴാണ് ശരിക്കും പത്രോസ് അല്ലെങ്കിൽ മാനസാന്തരപ്പെടുന്നത്, രക്ഷിക്കപ്പെടുന്നത്. കേൾക്കണേ, ഞാൻ എല്ലാവരോടും പറയാം, ഇവിടെ ഇരിക്കുന്ന ടോട്ടൽ ആൾക്കാരോട് പറയാം. നമ്മളൊരു യോഗത്തിൽ വന്നിരുന്നു, കുറച്ചുനാൾ വരും, നല്ല പാട്ട്, നല്ല യോഗം, നല്ല കാര്യങ്ങൾ. അപ്പൊ അങ്ങ് ഇരുന്നങ്ങ് പോയേക്കാന്ന് വിചാരത്തിനകത്ത് ഇരിക്കുന്ന അല്ല രക്ഷിക്കപ്പെടൽ. അത് ഭയങ്കരമായിട്ട് ശ്രദ്ധിച്ചോളൂ. ഈ നാളെ നമുക്ക് പിന്നെ അവത്തം പറ്റും. അപ്പൊ ഒരു യോഗത്തിൽ വന്ന് പങ്കെടുത്തു, അല്ലെങ്കിൽ ഒരു പ്രശ്നം ഉണ്ടായപ്പോ ഇപ്പുറത്തേക്ക് മാറി, അതല്ല കാര്യം. എപ്പോഴാണ് രക്ഷിക്കപ്പെടുന്ന അറിയുമോ? എന്നെങ്കിലും ഒരു ദിവസം നമ്മുടെ കർത്താവിന്റെ മുമ്പാകെ നമ്മുടെ പാവം ഏറ്റു പറഞ്ഞിരിക്കണം. പാവമോചനം പ്രാപിച്ചവർ മാത്രമേ ഇതിനകത്ത് ദൈവത്തിന്റെ കൃപയാൽ നിന്നു പോകാൻ പറ്റുള്ളൂ. ഇപ്പൊ നോക്കൂ, ഭാവിയായ ഒരു മനുഷ്യനാണ് ഇന്ന് വരെ പറയാൻ പറ്റിയിട്ടില്ലെങ്കിൽ ഇന്ന് ആ കാര്യം ഗൗരവമായി ചിന്തിക്കണം. പാട്ട് ആർക്കും പാടാം. സ്തോത്രം. എന്താ പറയാ, പ്രസംഗിക്കാൻ ആർക്കും പ്രസംഗിക്കാം, എന്തും ചെയ്യാം. പക്ഷേ പാവമോചനം പ്രാപിക്കുമ്പോഴാണ് നമ്മൾ രക്ഷിക്കപ്പെടുന്നത്. അത് ദൈവത്തോട് പറയണം. നമ്മൾ വെല്ലിച്ചവന്റെ മോനായതുകൊണ്ട് പറയേണ്ട കാര്യമില്ല. എല്ലാവരും പറഞ്ഞേ പറ്റൂ എന്നാ ബൈബിൾ പറയുന്നു. ഒരു വ്യത്യാസവും ഇല്ല. എല്ലാവരും പാവം ചെയ്തു, അതുകൊണ്ട് എല്ലാവരും പാവം ഏറ്റു പറഞ്ഞേ പറ്റൂ. സ്തോത്രം. പ്രൈസ് ദി ലോർഡ്. കേൾക്കണേ. അപ്പൊ അങ്ങനെ ഏറ്റു പറഞ്ഞു. ഉടനെ യേശു പറഞ്ഞു, പോകാൻ വേണ്ടി വന്നതല്ല. സ്തോത്രം. നീ എന്റെ പിന്നാലെ വരികയാണെങ്കിൽ ഞാൻ നിന്നെ മനുഷ്യനെ പിടിക്കുന്നവനാക്കാം. അപ്പൊ ആ കൂടെ തന്നെ അവൻ ഒരു സുവിശേഷ വിലക്ക് വിളികൂടി കിട്ടി. അങ്ങനെ ഒരുമിച്ച് പടകും മലയും വിട്ട് യേശുവിന്റെ കൂടെ പത്രോസ് അങ്ങ് ചേർന്നു. സ്തോത്രം. നല്ല രക്ഷിക്കപ്പെടൽ. പെടുവാണെങ്കിൽ അങ്ങനെ ജോലി രാജിവെക്കണം എന്നല്ല പറയുന്നത്. സ്തോത്രം. പെടുവാണെങ്കിൽ പിന്നെ തീറ് പടലായിരിക്കണം. സ്തോത്രം. ഇച്ചിരി വൈകിയാലും വേണ്ടില്ല. അന്ത്രയോസ് ആദ്യം രക്ഷിക്കപ്പെട്ടെ. പക്ഷെ സംഗതി വന്നപ്പോ പത്രോസിന്റെ പേരാ പുറത്തു വന്നത്. അന്ത്രയോസിനെ നമ്മുടെ പിള്ളേർ അറിവ് പോലുമില്ല. പത്രോസിനെ എല്ലാവരും അറിയും. അപ്പൊ പെടുന്നത് നല്ലതാണെങ്കിലോ നമ്മളെ ദൈവം പുറത്തു കൊണ്ടുവന്നോളൂ. അങ്ങനെ വീണ്ടും പത്രോസ് യേശുവിന്റെ കൂടെ യാത്ര തുടങ്ങി. വർഷങ്ങൾ പിന്നിട്ടു. 2-3 വർഷക്കാലം പത്രോസിന്റെ ഈ ശിഷ്യന്മാരുടെ ഗണത്തിലേക്ക് അങ്ങ് പോയിക്കൊണ്ടിരിക്കുകയാണ്. പോയി ഒരു ദിവസം യേശു സ്തോത്രം തന്റെ ശുശ്രൂഷയുടെ പര്യവസാന വേളയിലേക്ക് എത്തുന്ന ഒരു സന്ദർഭമാണ്. ഫിലിപ്പിന്
ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് വന്ന ഒരു സമയമുണ്ട്. മത്തായിയുടെ സുവിശേഷത്തിലെ 16-ാമത്തെ അധ്യായം എന്ന് തോന്നുന്നു. ഒന്ന് വായിച്ചാട്ടെ. മത്തായിയുടെ സുവിശേഷം 16-ാമത്തെ അധ്യായത്തിന്റെ 16-17 വാക്യങ്ങൾ ഇങ്ങനെ പറയുന്നത്. ക്രിസ്തു എന്ന് ഉത്തരം പറഞ്ഞു യേശു അവനോട്, ബറയോന ശീമോനെ നീ ഭാഗ്യവാൻ. ജഡരക്തങ്ങൾ നിൽക്കട്ടെ, ഞാൻ പറയാം, ശ്രോത കേൾക്കണേ. അങ്ങനെ ഇവർ ഒരുമിച്ച് നടക്കുന്ന സമയത്ത് റെസ്റ്റ് ടൈം, ഏതൊരു ടൈമിൽ ഫിലിപ്പിന്റെ കൈസരുടെ പ്രദേശത്ത് ഇവരെല്ലാം കൂടി ഒന്നിച്ചിരിക്കുക. അപ്പൊ യേശു ചുമ്മാ ഒരു ചോദ്യമുണ്ട്. ചോദ്യം ഇതാണ്: ആളുകൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? നിങ്ങളൊന്ന് ചിന്തിച്ചേ, ആ സമയത്തൊന്ന് ചിന്തിച്ചേ, കുറച്ചവിടെ യേശുവിന് അങ്ങനെ ഇപ്പൊ എന്നെ കുറിച്ച് എല്ലാവരും നല്ലത് പറയണമെന്ന് അങ്ങനെ ഒരു എന്താ പറയുക, ഒരു പൊങ്ങൻ ഭാഗം ഉള്ളവനാണോ യേശു? യേശുവിന് ആരാന്ന് നമ്മളാരും പറഞ്ഞിട്ട് വേണം. പിന്നെ എന്തിനാ യേശു ഈ ചോദ്യം ചോദിച്ചേ? സ്വത്രം, ഞാനൊരു കാര്യം പറയാം. കർത്താവ് നമുക്ക് അവസരം ഉണ്ടാക്കി തരുന്നവന്, എങ്ങനെയെങ്കിലും നമ്മൾ കയറിപ്പോകാനുള്ള വഴികൾ തുറന്നു വരുന്നവനെ കർത്താവ്. ഈ ചോദ്യം ഇപ്പൊ അവിടെ ചോദിക്കേണ്ട കാര്യം വേറെ എന്തെല്ലാം കാര്യം, വേറെ ബൈബിൾ ക്ലാസ് എടുത്താൽ മതിയായിരുന്നു. വേറെ 2 ഉപമയുടെ നമുക്ക് കിട്ടിയായിരുന്നു. സ്വത്രം, അതിനൊന്നും പോകാതെ ആ ടൈമിൽ യേശു ചോദിച്ചു, ആരെന്നെ കുറിച്ച് എന്താ പറയുന്നു? ഉടനെ ഓരോരുത്തർ എന്നിട്ടെന്ന് പറഞ്ഞു. ചിലർ പറയുന്നു ഏലിയാവെന്ന്, ചിലർ പറയുന്നു യോഹന്നാൻ സ്നാപകനെന്ന്, ചിലർ പറയുന്നു മോശ പറഞ്ഞ ആ പ്രവാചകനെന്ന്. അങ്ങനെ ഓരോരുത്തർ ഓരോ മറുപടി പറഞ്ഞു. കൊള്ളാം, നല്ല മറുപടി. ഓരോരുത്തർ ഇരുത്തിയതിനു ശേഷം യേശു വീണ്ടും ചോദിച്ചു, ഓക്കെ, ലോകക്കാർ പറയുന്ന ഏലിയാവ്, യോഹന്നാൻ എന്നൊക്കെ പറയുന്നു, നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു? ഇത് പറഞ്ഞപ്പോ എഴുന്നേറ്റ് 1-ാം ക്ലാസ്സിലെ പിള്ളേർ പറയുമ്പോൾ ടീച്ചറെ ഞാൻ പറയാന്ന് പറഞ്ഞ് എഴുന്നേറ്റ് ആരും മിണ്ടുന്നില്ല. നിങ്ങൾ എന്നെ കുറിച്ച് എന്തു പറയുന്നു ചോദിച്ചപ്പോ എന്ത് ചെയ്യുന്നില്ല? യോഹന്നാനൊന്നും പറയാനില്ല, ഈ വന്ന അന്ത്രയോസിനില്ല, യാക്കോബിനില്ല, ആരും ഒന്നും മിണ്ടുന്നില്ല. ഇതാ നമ്മുടെ പ്രശ്നം. സ്വത്രം, മനസ്സിലായോ? ആഫ്രിക്കയിൽ യേശു അത് ചെയ്തു, കന്യാകുമാരി നമുക്കെന്ത് ഗുണമുണ്ട്? ഒന്നുമില്ല. സ്വത്രം, മനസ്സിലായോ? നമുക്കെന്തെങ്കിലും പറയാനുണ്ടാവണം. എന്റെ കർത്താവ് എനിക്കാരാണ്. യേശു പത്രോസിനാരാന്നല്ല, യേശു പൗലോസിനാരാന്നല്ല. സ്വത്രം, അവർക്കൊക്കെ ദൈവം വലിയവരായിരുന്നു. ആ യേശു എനിക്കാരാന്നുള്ള കാര്യം നമ്മുടെ മക്കളോട്, നമ്മുടെ പ്രിയപ്പെട്ടവരോട് പറയാനുള്ള സാക്ഷ്യങ്ങൾ ദൈവം നമുക്ക് തരാനുണ്ട്. യേശു എനിക്കാണ്. അതിനൊരു അവസരം കിട്ടിയാൽ സ്വത്രം, അന്നേരം എസ്തറിന്റെ കഥ എടുത്തോണ്ട് പൊങ്ങരുത്, എനിക്കാരെന്ന്. അങ്ങനെയുള്ളവരെ പൊക്കി വിടണം. കർത്താവ് എനിക്കാരാന്ന് പറയാൻ എനിക്കുണ്ടൊരു പുസ്തകം എഴുതാനുണ്ട് എന്ന അനുഭവമുള്ളവർക്കായി ദൈവത്തിന് സ്വന്തം ചെയ്യുന്നു. ഒന്നോടെ ശക്തിയോടെ ദൈവത്തിന് സ്വന്തം പറയുന്നില്ല. യേശു ഇവനെ കുറിച്ച് നിങ്ങൾക്ക് എന്ത് പറയാനുണ്ട്? ആർക്കൊന്നും പറയാനില്ല. നിശബ്ദമായിരിക്കുക, യേശു മിണ്ടാതിരിക്കുക. ഓരോരുത്തരുടെ മുഖത്തേക്ക് അഗ്നിജ്വാലക്കത്തെ കണ്ണുകൊണ്ട് നോക്കുന്ന എല്ലാവരും തല താഴ്ത്തുന്നു. പെട്ടെന്ന് പത്രോസ് എഴുന്നേറ്റ് പറയുക, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഞാൻ ആ രംഗം ഒന്ന് ഭാവനെ കാണും. ഇത് പറഞ്ഞപ്പോ യോഹന്നാൻ ചോദിക്കോ, ഇതാണോ വലിയ കാര്യം? അതിപ്പോ ആർക്കാ പറയാൻ പാടില്ലാത്ത? അത് നമ്മുടെ ബന്ധുക്കോസാരുടെ പ്രശ്നം. ആരെങ്കിലും പറഞ്ഞാൽ എന്താ പറയുന്ന അറിയോ? ഇതാണോ വലിയ പ്രസംഗം? അതെ, ഇതാണോ തൂത്? എന്നാ പിന്നെ പറയാൻ വയ്യ. സ്വത്രം, കേട്ടോളണേ. കൊച്ചു കാര്യമാണെങ്കിലും കിട്ടുന്നോടത്ത് വെച്ച് കാച്ചേക്കണം. സ്വത്രം, ഒത്തിരി ഒന്നും പറയാം. തിയോളജി ഒന്നും അറിയാല്ല, മൂലഭാഷ ഒന്നും അറിയാല്ല. യേശു ആരെന്ന് ഞാൻ പറഞ്ഞുതരാം. സ്വത്രം, മനസ്സിലായോ? അവൻ ദൈവം മനുഷ്യനായ ഭൂമി, അത്രയും പറഞ്ഞാൽ മനുഷ്യനായി. ഞാൻ അവിടെ ഒരു കഥ ചോദിച്ചാൽ കൊച്ചനെങ്കിലും വന്ന് പറഞ്ഞു തന്നല്ലേ ദൈവം മനുഷ്യനായ ഭൂമി, അത് ആരാണ് നീ അന്വേഷിക്കേണ്ടായിരുന്നു എന്ന് അവരോട് ചോദിച്ചോളൂ. സ്വത്രം, മനസ്സിലായോ? നമ്മുടെ കുളത്തിലങ്ങ് പോയാൽ മതി, പോകുന്ന വഴിക്ക് ബാക്കി ദൈവം ചെയ്തോളൂ. അത് പറയാനുള്ള കൃപ നമ്മൾ പ്രാപിക്കണം. അതിനായിട്ടൊരു സ്വത്രം പറയാൻ കേൾക്കൂ. സ്വത്രം, പത്രോസ് പറഞ്ഞു, നീ ജീവനുള്ള ദൈവത്തിന്റെ പുത്രനായ ക്രിസ്തുവാകുന്നു. ഉടനെ യേശു പറയുക, സ്വർഗസ്ഥനായ എന്റെ പിതാവാണ് നിനക്കിത്. വിളിച്ച പേര് നോക്കി 17-ാം വാക്യത്തിൽ യേശു അവനോട് ബെറയോന എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? അത് മറ്റേ പേര് തന്നെ. ഏതാ? ബെറയോന എന്ന് വെച്ചാൽ യോഹന്നാന്റെ മകനായ. ബെറയോന എന്ന് പറഞ്ഞ മലയാളത്തിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്ത് വന്ന പുള്ളിക്ക് അതിന്റെ ഭാഷ പിടിയിട്ട് കഥ അങ്ങനെ തന്നെ എഴുതി വെച്ചെന്നുകൊണ്ടായിരിക്കും. നമുക്കറിയാലോ സ്തോത്രം, ചില വാക്കില്ലേ അത് വേറെ. അതിന് ബെറയോന എന്ന് പറഞ്ഞാൽ ഇത്രയേ ഉള്ളൂ, മലയാളത്തിലേക്ക് വരേണ്ടതാ. പക്ഷെ അത് പിടികിട്ടാത്തതിന്റെ പേരിലായിരിക്കാം പുള്ളി എന്ത് ചെയ്തു, ബെറയോന തന്നെ എഴുതി വെച്ചു. അതാ സത്യം. അതിന് മലയാളമുണ്ട്, മലയാളത്രേ ഉള്ളൂ. യോഹന്നാന്റെ മകനായ. അപ്പൊ ഇപ്പോഴും പുള്ളി ആരാ? കൊല്ലത്ര ഇറങ്ങിയിട്ടെന്നറിയോ? വാഗ്ദത്തം കിടക്കുക, നിനക്ക് പത്രോസ് എന്ന് പേരാകുന്ന കിടക്കുക. രക്ഷിക്കപ്പെട്ടു, പാവം ഏറ്റു പറഞ്ഞു, പടകും വലയും വിറ്റു, ഇതെല്ലാം കളഞ്ഞ് കർത്താവിന്റെ കൂടെ നടക്കുന്ന 3 കൊല്ലമായി ഇപ്പോഴും ആള് ശീമോനാണ്. സ്വത്രം, കേൾക്കണേ.
എന്താ പറഞ്ഞപ്പോ നീ പത്രോസാകുന്നു. നിർത്തിക്കേ. സ്തോത്രം. ധൃതി പിടിക്കരുത്. പ്രസംഗം തീർന്നില്ലെങ്കിലും ബാക്കി നമുക്ക് സ്തോത്രം വേറെ എന്താ ചെറിയ ഇമെയിൽ ചെയ്ത് തന്നേക്കാം. സ്തോത്രം വേണ്ടില്ല, ഉള്ളോടത്തിന് കാര്യം കയറി പോണ സ്തോത്രം. മലയാളത്തിലേക്ക് വന്നപ്പോൾ ചെറിയ അപാകതകളൊക്കെ എവിടെയൊക്കെ പറ്റിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. ഇവിടെ ഒരു ചെറിയ അപാകത പറ്റൂ, ഒരു ചെറിയ പദം വിട്ടുപോയി. സ്തോത്രം. ബറിയോന ശീമോനെ നീ ഭാഗ്യവാൻ, ജഡരക്തങ്ങളുള്ള സ്വർഗസ്ഥനായ എന്റെ പിതാവെത്ത നിനക്ക് ഇത് വെളിപ്പെടുത്തുന്നത് എന്ന് പറഞ്ഞിട്ട് ഇംഗ്ലീഷിലെ നൗ, ചില ട്രാൻസ്ലേഷനകത്തുണ്ട് കേട്ടോ, ഇംഗ്ലീഷിലെ ചില വേഷനകത്തുണ്ട് നൗ എന്നൊരു പ്രയോഗിച്ചാണ് പറഞ്ഞത് നീ പത്രോസാകുന്നു എന്ന് പറഞ്ഞാൽ എന്താ? ഇപ്പോൾ നീ പത്രോസാകുന്നു. കേട്ടോ? സ്തോത്രം. ശ്രദ്ധിക്കുന്നില്ലെന്ന് പറഞ്ഞു. ശ്രദ്ധിക്കുന്നോ? യേശു പറയുക, നിനക്ക് സ്വർഗസ്ഥനായ പിതാവാണ് ഇത് വെളിപ്പെടുത്തി തന്നത്. എന്നിട്ട് പറയുക ചുമ്മാ കയറി നീ പത്രോസാകുന്നു പറയാം. യേശു എന്താ അങ്ങനെ പറയുന്നത്? ലോജിക് ഉണ്ടോ? ഉണ്ടോ? ഇല്ല. പിന്നെ എന്താ പറഞ്ഞ? ഇപ്പോൾ നീ പത്രോസാകുന്നു. അതിന്റെ അർത്ഥം എന്താ? ഇപ്പോഴാണ് നീ പത്രോസ ആകുന്നല്ല, ആകുന്നു. ഇപ്പൊ നീ പത്രോസാകുന്നു. പ്രൈസ് ദി ലോർഡ്. സ്തോത്രം. ഇനി അതിന്റെ അർത്ഥം പറയാം. പൗരസ്ത്യ നാടുകളിൽ പേരിന്, സ്തോത്രം, പേരിന് ചേട്ടന്റെ പേരിനോടുള്ള സാമ്യമോ അപ്പന്റെ പേരിന് വാലോ ഇതൊന്നും അല്ല പൗരസ്ത്യ നാടുകളിൽ പേരിന്റെ പ്രാധാന്യം. അവിടെ ഓരോ പേരിനും അർത്ഥമുണ്ട്. അവിടെ പേരിന് അർത്ഥത്തിന് പ്രാധാന്യം. സൺഡേ സ്കൂളിൽ പഠിക്കുന്ന കാലത്ത് സൺഡേ സ്കൂൾ അധ്യാപകൻ ശീമോൻ എന്ന പേരിന്റെ അർത്ഥം പറഞ്ഞു തന്നു. ഇപ്പോഴും ഞാൻ ഓർക്കുന്നു. അതിന് അന്ന് ഞങ്ങളെ പഠിപ്പിച്ചത് IPCയുടെ സൺഡേ സ്കൂൾ പുസ്തകം എഴുതിയിരിക്കുന്നത് ഞാങ്ങണ എന്ന. റീഡ് എന്ന് പറഞ്ഞാൽ ഈ ഉള്ളു പൊള്ളയായ വെറും ഒരു കാറ്റത്ത് എങ്ങോട്ടും ആടി ആർക്കും വളയ്ക്കാവുന്ന, എങ്ങോട്ടും തിരിക്കാവുന്ന ഒരു വെറും പുല്ല്. മനസ്സിലായോ? സ്തോത്രം. അങ്ങനെ ഗ്രാസ് എന്നിട്ടിരിക്കുന്ന ഇംഗ്ലീഷിൽ അതിന്റെ അർത്ഥം. ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ? പിണങ്ങിയോ? സ്തോത്രം. ഗ്രാസ് എന്ന് പറഞ്ഞാൽ എന്താ മലയാളത്തില്? പുല്ല്. ആ, അപ്പനും അമ്മയെ കൂടി മോന് പുല്ലെന്ന് പേരിട്ട് എന്തിനാ നമുക്കറിയാല്ല. സ്തോത്രം. എന്റെ അർത്ഥം അതാ. ശീമോ എന്ന് പറഞ്ഞ വെറും ഞാങ്ങണ, ഉള്ളുപൊള്ളയായ, അകത്തൊന്നുമില്ലാത്ത വെറും പൊള്ള. ബൈബിൾ സ്കൂളിൽ സഭാശാസ്ത്രം പഠിപ്പിക്കുമ്പോൾ പ്രായമുള്ളൊരു ദൈവദാസൻ, സ്തോത്രം, ബഹുമാനപ്പെട്ട പാസ്റ്റർ പിതാവിനെ പോലെ കൂടെയുള്ള പ്രായമുള്ളൊരു ദൈവദാസനാണ്, സ്തോത്രം, ഈ ഭാഗം എടുത്തിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് ഇന്നും നമ്മൾ ഓർക്കുന്നു പത്രോസ് എന്ന പേരിന്റെ അർത്ഥം പറഞ്ഞു തന്നത്. അതിന്റെ അർത്ഥം പെട്രാസ് എന്ന് പറയുന്ന ഒരു പദത്തിൽ നിന്നാണ് വന്നത്. അതിന് പാറക്കഷ്ണം, അല്ലെങ്കിൽ സ്തോത്രം, നമ്മൾ ഈ പറഞ്ഞ പോലെ ഒരു കല്ല്, ഒരു പാറക്കഷ്ണം എന്നാണ് അതിന്റെ അർത്ഥം. അപ്പൊ എന്താ യേശു പറഞ്ഞ അർത്ഥം വെച്ച് പഠിക്ക്. മറ്റേ പേരുകളാ എന്തെന്നാ പറഞ്ഞത്? യേശു പത്രോസിനെ ആദ്യം കാണുന്ന സമയത്ത് പറഞ്ഞത് നീ വെറും ഞാങ്ങണേ, യോഹന്നാന്റെ മോനായ വെറും, ഞാൻ പറയട്ടെ, അതെ, സ്തോത്രം, യോഹന്നാന്റെ മോനായ പുല്ലേ, സ്തോത്രം. അങ്ങനെയാ യേശു ആദ്യം പറഞ്ഞത്. അവരർത്ഥം നോക്കുന്നേ. സ്തോത്രം. നിനക്ക് പാറക്കഷ്ണമെന്ന് പേരാകും. ഞാൻ പറഞ്ഞല്ലോ, പേരിനെല്ലാം വ്യക്തിത്വത്തോട് ഭയങ്കര ബന്ധമുണ്ട്. സ്തോത്രം. അത് ബൈബിളിലെ പേരുകൾ മാത്രം ഒന്ന് പരിശോധിച്ചാൽ മനസ്സിലാവും. യേശു പറഞ്ഞു, ഇപ്പൊ നീ ആമീൻ പറഞ്ഞാലും ഇല്ലെങ്കിലും, ആദ്യം കണ്ടപ്പോ, ഇപ്പൊ നീ എന്നെ ഉൾക്കൊണ്ടാലും ഇല്ലെങ്കിലും ഞാനൊരു ദൂത് പറയാം, ഞാനൊരു പ്രവചനം പറയാം. ഇപ്പൊ നീ വെറും ഞാങ്ങണയാ, എന്നാൽ നിനക്ക് പാറയായി മാറാനൊരു അവസരമുണ്ട്. ഇവിടെ വെച്ച് യേശു പറയുക, ഇപ്പൊ നീ പാറയായി മാറി. എന്താ കാര്യം? സ്തോത്രം. 3.5 കൊല്ലം കഴിഞ്ഞപ്പോ അന്ന സമയം തീർന്നു കൊടുത്താണോ? അല്ല. പിന്നെന്താ? അവനൊരു വെളിപ്പാട് കിട്ടി. യേശു ആരാന്ന്, ക്രിസ്തു ആരാന്ന് ഹൃദയത്തിൽ തോന്നിയ പിന്നെ നമ്മുടെ ആരും പഴയ മനുഷ്യനായി പിടിച്ചു നിൽക്കാൻ പറ്റിയല്ല. ഇന്ന് രാത്രി ഏറ്റവും ഗൗരവമുള്ള കാര്യം പറയാം. ഈ ക്ലാസ്സിലോ യോഗത്തിലോ മീറ്റിങ്ങിലൊക്കെ നമ്മൾ ആവർത്തിച്ച് പങ്കെടുക്കുമ്പോൾ, നമ്മുടെ സഭായോഗത്തിൽ പങ്കെടുക്കുമ്പോൾ, സ്തോത്രം, വന്ന ദൈവദാസൻ ആരാണ്, കൃപ എത്രയുണ്ട് ആരല്ല നോക്കേണ്ടത്. യേശു ആരാന്ന് വെളിപ്പെട്ടാൽ നിനക്ക് മാറ്റം വന്നുകൊണ്ടിരിക്കും. യേശു ആരാന്ന് വെളിപ്പെടുന്നത് സഭ മാറിക്കൊണ്ടിരിക്കും, സഭയുടെ ശക്തി മാറിക്കൊണ്ടിരിക്കും, സഭയുടെ സ്ട്രെങ്ത് മാറിക്കൊണ്ടിരിക്കും. ക്രിസ്തുവിനെ വെളിപ്പെടുത്താൻ നമ്മളെ കൊണ്ട് ദൈവമായ കർത്താവ് അതിനാണ് നമ്മളെ വിളിച്ചു വേർതിരിച്ചിരിക്കുന്നത്. ഇനി പെട്ടെന്ന് ഞാൻ കൺക്ലൂഡ് ചെയ്യാൻ പോവാ കേട്ടോ. സ്തോത്രം. അടുത്ത വാക്കെന്ന് എഴുതിയിരിക്കുന്ന അറിയുമോ? പെട്ടെന്ന് ഇത് പറഞ്ഞപ്പോൾ ഈ സംഭവമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത കാര്യം പെട്ടെന്ന് യേശു അറിയാതെ പറഞ്ഞവരെന്ന് പറയുക. എന്താ പറഞ്ഞത്? ഞാൻ എന്റെ സഭയെ പണിയും. നീ പത്രോസാവും, നീ പാറമേ ഞാൻ എന്റെ സഭയെ പണിയും.
പാതാള ഗോപുരങ്ങൾ അതിനെ നീക്കിയില്ല. ഇവൻ പത്രോസ് പാറക്കഷ്ണമായി, ഇപ്പൊ നീ പാറക്കഷ്ണമാകുന്നു എന്ന് പറഞ്ഞ വഴി യേശു പറയുക, ഞാൻ സവോണിയാൻ പോവാ. അത് ഇതുമായിട്ട് തന്നെ ബന്ധം. അപ്പൊ സവോണിയാണോ കമ്മിറ്റിയാണോ അവരെ കൂടുന്നത്? അവിടെ അവിടെ ഫിലിപ്പിന്റെ കേസിലെ സവോണിയാണോ കമ്മിറ്റി കൂടുവാണോ? അല്ല, പിന്നെന്താ? ചുമ്മാ ഇരുന്നപ്പോ ചോദിച്ചാ ഞാൻ ആരാന്ന് ചോദിച്ചാ, ഞാൻ ആരാന്നുള്ള ചോദ്യം വന്ന് നിന്ന് എവിടെയാണെന്നറിയോ? ഞാൻ സവോണിയാന്ന് പോവാ. അങ്ങനെ കാര്യം പറയാം. യുഗങ്ങളുടെ പാറ എന്ന യേശുവിനെ വിളിക്കുന്നത്. ഈ പത്രോസിന്റെ രണ്ടാം തീയതി താഴെ എഴുതിയിട്ടുണ്ട്, അവൻ മൂലക്കല്ല സഭയുടെ. അവൻ സ്ട്രോങ് സ്റ്റോൺ ആണ്, മൂലക്കല്ല. ഈ കല്ലിനോട് ചേർത്ത് വെച്ച് പണിയാൻ ഒരു കല്ലും കൂടി കിട്ടിയപ്പോ യേശു പറയാ സവോണി ഉണങ്ങാം. മനസ്സിലായോ? അപ്പോൾ നിന്ന് 1000 പേരുണ്ടെങ്കിലും കുഷ്ഠരോഗം മാറിയ 100 പേരുണ്ടെങ്കിലും അവരെ ഒന്നും വെച്ചാൽ നമ്മുടെ സവോണി എന്നത് സഭ വഴി തുടങ്ങുന്നത് എപ്പോഴാണെന്ന് അറിയൂ? ഈ കൂടെ ഇരിക്കുന്ന ആരെങ്കിലും ഒരാള് അവരെ കുറിച്ചുള്ള വെളിപ്പാട് കിട്ടിക്കഴിയുമ്പോ, യേശുവാണെന്ന് ബോധ്യപ്പെട്ട് കഴിയുമ്പോ നിന്റെ വീട്ടിൽ സഭ ഒരു പക്ഷെ തോന്നിയേക്കാം നമ്മുടെ ചർച്ചക്കാരും ബന്ധുക്കളൊക്കെ അക്കരെ നടക്കുക. അവരൊന്നും പറഞ്ഞ എനിക്ക് ഒരു 10% പിടി കിട്ടാൻ തുടങ്ങി. സ്വത്രം ഇതങ്ങ് അംഗീകരിച്ചു കൊടുത്താൽ എന്തായിരിക്കും ഗതികേട്? അങ്ങനെ ഒരു ആശങ്ക ഇതിനകത്ത് വേണ്ട അമ്മേ. കാരണം എന്താ? നിനക്കിത് പിടികിട്ടിയാൽ അന്ന് നിന്റെ വീട്ടുകാരെ വെച്ച് സവാളയാണ് വഴി നിന്നെ കൂടെ. സ്വത്രം അങ്ങനെ ഇരിക്കുന്ന മുഴുവൻ പേരും ചെയ്തതല്ലേ? അങ്ങനെയല്ലേ? അത് എല്ലാരും കൂടി കുടുംബം നമ്മൾ തീരുമാനിച്ചാണോ? നമുക്ക് എല്ലാവരും കൂടി കാര്യം ചെയ്യാം. വിസ എടുത്ത് UK പോകാൻ തീരുമാനിക്കുന്ന പോലെ പെട്ടെന്ന് നമുക്ക് എല്ലാവരും കൂടി മാറിയൊക്കെ തീരുമാനിച്ചാണോ? അല്ല. ഏതോ മൂലയിൽ ഇന്നേക്ക് 10-20 വർഷങ്ങൾക്ക് മുമ്പ് ഈ വെളിപ്പാട് കിട്ടിയ ആരോ ഒരാള് കർത്താവിനെ അനുസരിക്കാൻ വീട്ടിൽ നിന്ന് ഇറങ്ങി. അവനെ ഒറ്റപ്പെടുത്തി, അവനെ കൂവിക്കാണും, അവനെ പള്ളു പറഞ്ഞാണ്. പിന്നെ കുടുംബത്തിന് വിളിച്ചു കാണിയല്ല. സംഭവിച്ചോ? ഇന്ന് 20 വർഷം പിന്നിടുമ്പോ ഒരു കല്ലിനെ കിട്ടിയ യേശു ആ കല്ലിനെ വെച്ചോണ്ട് ആ വലിയ കുടുംബത്തിന് പല പിടിച്ച് പുറത്തിറക്കി ദൈവത്തിന്റെ സഭയെ മാറ്റി പറയാ. ഒരു സുവിശേഷം എന്ന നിലയ്ക്ക് ഇന്ന് രാത്രി ദൂത് പറയുമ്പോൾ ഞാൻ നിങ്ങളോട് ആശംസിച്ചു പറയുക, ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരും ഓരോ സഭയാട്ടങ്ങ് മാറട്ടെ. പ്രശ്നമൊന്നും ഉണ്ടാക്കരുത്. ദൂത് സ്വത്രം ഇവിടെ വന്ന് അങ്ങനെ വന്നാണ് പാസ്റ്റർ ഒന്ന് ദൂത് പറഞ്ഞെന്ന് പറഞ്ഞ് വേറെ വഴക്കൊന്നും ഉണ്ടാക്കരുത്. സ്വത്രം ഞാൻ പറയുന്നത് നാട്ടിലെ കുടുംബക്കാരുടെ കാര്യ സ്വത്രം. ഇവിടുത്തെ പ്രശ്നം കേട്ടോളണം. ഓരോരുത്തരും ഇന്ന് നീ മുന്നോട്ടിറങ്ങി വരുമ്പോൾ നീ ക്രിസ്തുവിനെ ബോൾട്ടഡായി ഒരു വളയാലെ ചായാലെ സ്വത്രം അവിടെ ചെന്ന് സായപ്പനെ കാണുമ്പോൾ കവാത്ത് മറക്കാതിരിക്കുവാണെങ്കിൽ നിന്നെ വെച്ചോണ്ട് ദൈവ സവോണി. മനസ്സിലായോ? സ്തോത്രം. ഇവിടെ സംഗതിയൊക്കെ ഓക്കെ, പക്ഷെ അവിടെ ചെല്ലുമ്പോഴേക്കും കവാത്ത് മറക്കരുത്. നേരെ നിൽക്കുവാണെങ്കിൽ ഒരു 3-4 കൊല്ലം കഴിയുമ്പോ നിന്നോട് ചേർത്ത് വെച്ച് പണിയാൻ ദൈവം ഒരുപാട് പേരെ കൊണ്ട്. അങ്ങനെ സംഭവിക്കുന്നു. ഒരിക്കൽ കൂടി കരം എടുത്ത് ദൈവത്തിന് സ്വന്തം ചെയ്യാം. അടുത്ത് പറഞ്ഞെന്ന് പറയുമോ? താഴേക്ക് എഴുതിയിരിക്കുന്ന ഇങ്ങനെ 19 സ്വർഗ്ഗരാജ്യത്തിന് താക്കോൽ നിനക്ക് തരുന്നു. നമ്മുടെ വയസ്സുകൂടെ രാജേഷ് നടക്കുന്ന പോലെ ഈ 12 പേർക്ക് ഒരു പേപ്പർ ചുറ്റി റിബണും ചുറ്റി പത്രോസ് നടക്കും, മറ്റോ മോഹം ഏൽപ്പിക്കണോ എല്ലാവരും നടത്താൻ പോലെ ഡ്യൂപ്ലിക്കേറ്റ് ജാഗ് കൊടുക്കണോ? ഇത് അങ്ങനെയൊന്നും കൊടുക്കുന്നതല്ല യേശു. അത് കിട്ടുന്ന ഓർത്ത് ആരും സ്വത്രം എന്താ പറയാ വേഗം ചെയ്യണ്ട. ശരിക്കും ജയിച്ചവന് മാത്രമേ ഗ്രാജുവേഷൻ കൊടുത്തുള്ളൂ. തമ്പനെ കർത്താവ് അത്രയും നേരം, അതുപോലെ നമ്മൾ അവസാനിപ്പിക്കാൻ പോകണം. അത്രയും നേരം നോക്കണം. അത് ആത്മീയമായിരിക്കും. എങ്കിലും ഞാനതിനെ അക്ഷരികമായി കാണുക. കർത്താവ് ഇവരുടെ കൂടെ നടക്കുന്നുണ്ട് കുറെ കാലങ്ങളായി. 33 വർഷമായി ഇവിടെ വന്നിട്ട്. സ്വർഗത്തിൽ നിന്ന് വന്നപ്പോൾ ഇപ്പൊ വീട്ടിൽ നിന്ന് താക്കോല്ല, സ്വർഗരാജ്യത്തിന്റെ താക്കോല്ല, അവിടെ നിന്ന് കൊണ്ടുവന്ന ഈ താക്കോല് പോക്കലിനോട് നടക്കുക. യേശു പോയ വഴിക്ക് ശാസ്ത്രിമാരെ കണ്ടിട്ടുണ്ട്, നിക്കോദിമോസിനെ കണ്ടു, പരീക്ഷന്മാരെ കണ്ടു, ഭക്തന്മാരെ കണ്ടു, പുറകെ കണ്ടു, വീട്ടിൽ കയറി ചോറ് കൊടുത്തവർ കണ്ടു, ലാസറിന്റെ വീട്ടിൽ പോയി 1 വർഷം കഞ്ഞി കുടിച്ചു, ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇതൊക്കെ കൊടുത്തിട്ടും അവർക്ക് ആർക്ക് ഈ താക്കോൽ കൊടുക്കാൻ കർത്താവിന് തോന്നിയില്ല. അന്നേരം അല്ല ഈ സാധനം പോകറ്റി കിടക്കുന്നുണ്ട്. സ്വത്രം അനക്കിയില്ല, ആരോടും പറഞ്ഞില്ല, പറഞ്ഞ അടിച്ചോണ്ട് പോയാലും സ്വത്രം മിണ്ടിയില്ല. പക്ഷെ ഇവിടെ യേശു ഇരിക്കുന്ന ആളുകളെ ഞെട്ടിപ്പിച്ചോണ്ട് പോക്കറ്റിൽ നിന്നൊരു താക്കോൽ എടുത്തിട്ട് പറയുക, സ്വർഗരാജ്യത്തിന്റെ താക്കോൽ ഞാൻ നിനക്ക് തരിക. സ്തോത്രം. മനസ്സിലായോ? പത്രോസ് ആയാൽ പിന്നെ സ്വർഗത്തിൽ നിന്ന് കിട്ടാൻ തുടങ്ങുന്ന സംഗതി. പിന്നെ ദൈവം മറ്റാർക്കും കൊടുക്കാത്ത പലതും നിന്നെ ഫലമേൽപ്പിക്കാൻ തുടങ്ങും. ഞാൻ വിശ്വസിക്കുന്നു ഓരോ യോഗത്തിന് വരുമ്പോഴും കർത്താവ് എന്തൊക്കെയോ കൊണ്ടാ വരുന്നത്. ഞാൻ പറഞ്ഞു പിടിച്ചേക്കാമോ? ഹല്ലേലൂയ. ഓരോ സഭായോഗത്തിൽ ഓരോ മീറ്റിംഗ് വരുമ്പോഴും എന്റെ കർത്താവ് ആരും അറിയാത്ത, നമുക്ക് ഇമാജിൻ ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെയോ കൊണ്ടാ വരുന്നത്. ഇതിനകത്ത് യോഗ്യന്മാരുണ്ടെന്ന് തോന്നിയാൽ അന്ന് അവരെ തിരിച്ചു കൊണ്ടുവന്ന ദൈവമല്ല.
അവൻ കൊണ്ടുവന്നിരിക്കുന്ന നന്മ അതിവിടെ ആരെയും കാണാത്തവരെ തിരിച്ചു കൊണ്ടുപോകരുത്. അത് ഇന്ന് രാത്രി ചരണയിലേക്ക് വരാനുണ്ടായി. അവസാനിപ്പിക്കാം. പത്രോസിന്റെ ഓൺ സ്വന്തം അനുഭവമാണ്. ഞാൻ എന്റെ വീട്ടിൽ ഞാങ്ങണയായിരുന്നു. ഞാൻ എന്റെ സമൂഹത്തിന്റെ മധ്യത്തിൽ വെറും ഒരു പുല്ലായിരുന്നു. യേശുവിന്റെ അടുക്ക് വന്നപ്പോൾ അവൻ എന്നെ കല്ലാക്കി മാറ്റി. ഈ അനുഭവം വെച്ചോണ്ട് ലേഖനം എഴുതാൻ പരിശുദ്ധാന്ന് പറയുമ്പോൾ അത് എഴുതി വെക്കുക. സ്വതന്ത്രം എന്തെന്നറിയുമോ? അവൻ ജീവനുള്ള കല്ലാണ്. അവന്റെ അടുക്ക് ഞാൻ വന്നപ്പോ കല്ലായി മാറി. ഇനി ആർക്കോ ചാൻസ് ഇല്ല എന്നല്ല പറഞ്ഞത്. എന്താ പറഞ്ഞത്? അവന്റെ അടുക്കൽ ആര് വന്നാലും അവർക്കെല്ലാം എന്നെ പോലെ കല്ലായി മാറാം. സ്വത്രം മനസ്സിലായോ? അതാ ആത്മീയത, അതാ സുവിശേഷത്തിന്റെ അന്തസത്ത. ഫുൾ ഗോസ്പൽ എന്ന് പറഞ്ഞാൽ എന്താണെന്നറിയോ? സ്വത്രം എന്തെങ്കിലും താൽക്കാലിക നന്മ കിട്ടും, വിസ അടിച്ചു കിട്ടും എന്ന് പറയുന്നതല്ല, കിട്ടുമായിരിക്കും. ഞാൻ നിങ്ങൾ നിരുത്സാഹപ്പെടുത്തി അത് കിട്ടട്ടെ, ആത്മാവിൽ കിട്ടട്ടെ, താക്കോൽ കൂട്ടങ്ങൾ തന്നെ കിട്ടട്ടെ. പക്ഷെ ഏറ്റവും വലിയ മാറ്റം എന്താണെന്നറിയോ? നിങ്ങളുടെ ആത്മാർത്ഥതയുടെ കർത്താവിനെ പിൻപറ്റാൻ തുടങ്ങിയ നിങ്ങളുടെ ഈ പ്രായത്തിൽ ബാക്കി കിടക്കുന്ന ആയുസിൽ യേശു എങ്ങനെ ആയിരുന്നോ അതുപോലെ ആയിരിക്കാൻ അവൻ ജീവനുള്ള കല്ലായിരിക്കുന്ന പോലെ നിങ്ങളെയോ ജീവനുള്ള കല്ലാക്കി മാറ്റും. ഇവിടെ പറഞ്ഞ് അവസാനിപ്പിക്കും കേട്ടോണേ. വേദപുസ്തകത്തിനകത്ത് പഴയ നിയമത്തിലെ ഭക്തന്മാരെല്ലാം പറഞ്ഞിരിക്കുന്ന പ്രയോഗമുണ്ട്. പ്രയോഗം എങ്ങനെയാണ്? സ്തോത്രം. അബ്രഹാം ഒരിക്കൽ പറഞ്ഞു, പൊടിയും വെണ്ണീറുമായ ഞാൻ അങ്ങയോട് സംസാരിക്കാൻ തുനിഞ്ഞല്ലോ. സ്തോത്രം കേട്ടോ. ദാവീദ് ഒരിക്കൽ പറഞ്ഞു, യഹോവേ ഞങ്ങൾ പൊടിയെന്നോർക്കണമേ. മനുഷ്യനെ കുറിച്ചുള്ള ആ ഭാഗത്തെല്ലാം എഴുതിയിരിക്കുന്നത് എന്താണെന്നറിയോ? പൊടിയാ. അബ്രഹാമിനെ പോലെ ഭക്തനാരുണ്ട്, ദൈവത്തിന്റെ സ്നേഹിതനല്ലേ. ദാവീദിനെ പോലെ ദൈവത്തിന്റെ ഹൃദയം. അവരൊക്കെ പറയുന്നത് എന്താ പറയുന്നേ? പൊടിയാ. സ്തോത്രം. ദൈവസഭയുടെ പ്രത്യേകത പറയാം. എന്താ മാറ്റം? ഓർത്തഡോക്സിൽ കിടന്നവനെ പെന്തിക്കോസ് ആക്കി അങ്ങനെയൊന്നും പറയരുത്. സ്തോത്രം. മതമക്കാരെ പിടിച്ച് മുക്കി അതല്ല മാറ്റം. എന്താണെന്നറിയോ? പൊടിയായ മനുഷ്യനെ കല്ലാക്കി മാറ്റുന്ന പരിപാടിയാ സഭ. അതിന് സ്തോത്രം. രാംദാസ് കുറച്ചുകൂടെ കണ്ടു പറയാൻ വേണ്ടിയിരിക്കുകയായിരുന്നു. പക്ഷെ ഇന്ന് പരിശുദ്ധാത്മാവാണെന്ന് തുറന്നു പറയുക. മനസ്സിലായോ? പൊടിയായ മനുഷ്യൻ ഇനി ആരാണെങ്കിലും അവനിവിടെ തീരുള്ളൂ. പൊടിയാണെങ്കിൽ പൊടിയിലേക്ക് ചേരുമ്പോൾ കറ തീരും. എന്നാൽ ഈ ആയുസിന്റെ അടിയിൽ വെച്ച് കല്ലായി മാറാൻ അവസരം കിട്ടിയ അത് ചവക്കുഴി തീരുകയല്ല. യേശുവിന്റെ നാമത്തിൽ ഇന്ന് രാത്രി സ്വർഗീയ വെളിപ്പാടി പറയാം. ഇവിടുത്തെ നന്മകളൊക്കെ ഈ ചവക്കുഴി തീരും. പൊടിയായവൻ പൊടി തീരും. എന്നാൽ അവന്റെ അടക്കവൻ കല്ലായവൻ ഒരു കാര്യം പറഞ്ഞു. പൊങ്ങി പൊങ്ങി വരുന്നത് പിന്നെയും സ്വന്തം കേട്ടോണ്ടേ. സാത്താനെ അല്ല പാമ്പിനെ ഏതന്തോട്ടത്തിൽ വെച്ച് ശപിക്കുമ്പോ പാമ്പിനോട് പറഞ്ഞു, നിനക്ക് എവിടെയും പോ. സ്തോത്രം. എന്നും ഫാസ്റ്റിംഗ് ഒന്നും അല്ല, പക്ഷെ വേറെ ഒന്നും തിന്നാൻ പറ്റിയല്ല, നിനക്ക് പൊടി തിന്നാം. സ്തോത്രം. പൊടി തിന്നാൻ പറഞ്ഞു. ആരോട് പറഞ്ഞേ? പഴയ പാമ്പിനോട്, പിശാചിന്റെ സ്തോത്രം ഏജന്റിനോട്. പൊടിയാണെങ്കിൽ തിന്നോളെ. അടുത്ത തൂത് കേട്ടോ. സഭയ്ക്കകത്തോണ്ട് പിന്നെയും പൊടിയാണെങ്കിൽ ഉപവാസം അല്ല, നീ എന്നെ എടുത്താലും മറ്റേ പുള്ളി തിന്നും. കാരണം ദൈവം പറഞ്ഞിരിക്കുക പൊടിയാണെങ്കിൽ അടിച്ചോ. സ്തോത്രം. മനസ്സിലായില്ലേ? ഇന്ന് രാത്രി നമ്മുടെ സഭയാ. സ്തോത്രം. ഇതിനകത്തേക്ക് മറ്റേ പാമ്പിനെ പഴയ പാമ്പിനെ കയറ്റി വിടുക. എന്റെ ദൈവം പറയാൻ വാദിക്കുന്നുണ്ട്. പൊടിയാണെങ്കിൽ അടിച്ചോ, കല്ലാണെങ്കിൽ തുടരുത് എന്ന് പറഞ്ഞ എത്ര പേര് തിരിച്ചു പോകും? സ്തോത്രം. നമ്മുടെ കേരളത്തിലെ സഭയിലേക്ക് ഒരു ദിവസം കർത്താവ് കൊണ്ടു വിടുവാണെങ്കിൽ തീർന്നു. മനസ്സിലായ? സ്തോത്രം. ഡിമാൻഡ് ഇതാണ്. അല്ലാണെങ്കിൽ തൊട്ടേക്കരുത്. ഇഴഞ്ഞു കയറി ഇടകളെ പൊക്കോ, പക്ഷെ തൊട്ടേക്കരുത്. പൊടിയാണെങ്കിൽ നിനക്ക് തിന്നാം. എന്റെ പ്രാർത്ഥന അങ്ങനെ ഒന്ന് വരണമെന്നാ. സ്വന്തം കേൾക്കണേ. ഒരവസരം കർത്താവ് വിളിക്ക് കൊടുക്കണം. കയറി ഇറങ്ങി അടിച്ചിട്ട് പോട്ടെ. കല്ലാണെങ്കിൽ പോയല്ല. അവസാനിപ്പിക്കാം. ഒരു വാക്കി പ്രാർത്ഥിച്ച കണ്ണടയ്ക്കാൻ ദൈവത്തിന്റെ മുമ്പാണ്. എത്ര പേർക്ക് കാര്യം ഞാൻ വളരെ ഗൗരവമുള്ളൊരു കാര്യം പറഞ്ഞത്. ഇടയ്ക്ക് എവിടെയൊക്കെയോ സ്തോത്രം സരസമായി പോയി കാണും. ഒരിക്കലും ആത്മീക ദൂതന്റെ ഗൗരവം ഞാൻ കുറച്ചതല്ല. നമുക്ക് എല്ലാവർക്കും മനസ്സിലാവണമല്ലോ എന്ന് പറഞ്ഞുകൊണ്ടാണ് അത്രയും താഴേക്ക് വന്നത്. എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, ഇതാണ് ക്രിസ്തീയ ജീവിതമെങ്കിൽ, ഇതാണ് സഭയെങ്കിൽ, ഇതാണ് രക്ഷിക്കപ്പെടലെങ്കിൽ, ഇതാണ് ആത്മീയമെങ്കിൽ, ഇത് ഈ വില കുറഞ്ഞ ഒന്നിനു വേണ്ടി ഇനി നമ്മൾ ഇത്രയും അഭ്യസ്തവിദ്യരായ ഏത്
കാര്യങ്ങളെ കുറിച്ച് ഗഹനമായി ചിരിക്കാൻ തിരിച്ചറിയാൻ, വിരൽത്തുമ്പിൽ കാര്യങ്ങളെ കൈകാര്യം ചെയ്യാൻ, മനസ്സിലാക്കാൻ കൃപ ലഭിച്ച നമ്മൾ ഈ വിഷയം മനസ്സിലായില്ലെന്ന് പറഞ്ഞ് മണ്ടം കളിക്കാൻ പറ്റുമോ? ഇനി ഇന്ന് രാത്രികാലം ദൈവവും ഭാഗ്യം എത്ര പേർ പറയും, കർത്താവേ എന്റെ പഴയ പശ്ചാത്തലങ്ങൾ വെച്ച് നോക്കിയ വെറും ഞാങ്ങണ പോലെ എന്റെ അനുഭവത്തിലേക്ക് പല പ്രസംഗം കഴിയുമ്പോൾ ഞാൻ പറയാറുണ്ട്, ശരിക്കും നാട്ടുകാരുടെയും ചാർച്ചക്കാരുടെ എല്ലാവരുടെ മുമ്പിൽ വെറും പുല്ലായി, സ്വന്തക്കാര് പോലും തിരിഞ്ഞു നോക്കാത്ത, സ്വത്രം സ്നേഹിതരില്ലാത്ത, ബന്ധുക്കള് പോലും അപമാനിച്ച, വെറും, ഞാൻ ഒന്നുകൂടെ പറയട്ടെ ക്ഷമ ചോദിച്ചോണ്ട്, വെറും പുല്ലായി ജീവിച്ചൊരു ജീവിതം. ഇന്ന് രാത്രി ഞാൻ കണ്ണുനീരോടെ പറയാം, കുടുംബമായി ഈ രാജ്യത്ത് വരുവാൻ ഒരു അവസരം കിട്ടിയത് സ്വത്രം ആരുടെയും വ്യക്തിബന്ധം കൊണ്ടല്ല, ആരുടെയും കാല് പിടിച്ചൊരിക്കൽ അവസരം ചോദിച്ചാൽ ഞാൻ എന്റെ കർത്താവിനെ സാക്ഷി നിർത്തി പറയാം, എന്റെ ആയുസിന്റെ മധ്യത്തിൽ ഒരു ദിവസം പൊടിയായി എനിക്ക് കല്ലായി മാറാൻ, കല്ലായി എനിക്ക് ജീവിതം വെച്ചു മാറാൻ അവസരം ദൈവം തന്നു. അന്നു മുതൽ കർത്താവിന്റെ കൃപയാ അവൻ എന്റെ കൂടെ കൊണ്ടു നടക്കും. അവന്റെ അനുഗ്രഹം ഞാൻ അനുഭവിക്കുക, എല്ലാം കൊണ്ടും തൃപ്തനാണ്. ഇന്ന് രാത്രി ഞാൻ യേശുവിനെ ഉയർത്തിക്കാണിക്കുകയാണ്. നിങ്ങൾക്ക് അവിശ്വസിക്കുമാറ്, നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റാത്തതുപോലെ ഒരു വലിയ മാറ്റം ദൈവം നിനക്ക് വേണ്ടി ഒരുക്കി വെച്ചിട്ടുണ്ട്. ഞാനാണോ ഈ ജീവിക്കുന്നത് എന്ന് എനിക്കിടയ്ക്ക് തോന്നിപ്പോയിട്ടുണ്ട്. അങ്ങനെ തോന്നുമാറൊരു മാറ്റം ദൈവം പറയുന്നു. എല്ലാ നിരാശകളും അലിഞ്ഞു പോകട്ടെ, എല്ലാ ഭാരങ്ങളും വിട്ടുകളഞ്ഞു. നീ അവന്റെ അടുക്കലേക്ക് വാ. ഇന്ന് രാത്രി തീരുമാനിക്കുക, ഇനി മാറ്റിവെക്കരുത്, ഇനി അമാന്തിക്കരുത്. ഈ വിഷയത്തെ കുറിച്ച് ചോദിച്ചു പഠിക്കുക, അതിന് മനസ്സ് വയ്ക്കുക. ഞാനൊരു വാക്ക് പ്രാർത്ഥിച്ചു നിർത്താം. പരിശുദ്ധ ദൈവമേ, ഇവിടെ വന്ന് ഒന്നോടെ പ്രസംഗിക്കാൻ അവസരം കിട്ടി. ഇടയ്ക്ക് വെച്ച് ഈ യോഗത്തിന് പോകണ്ടെന്ന് തീരുമാനിച്ചതാ, ഈ ഒറ്റ മീറ്റിങ്ങിന് വേണ്ടി. കർത്താവേ, എങ്കിലും ചുറ്റിക്കറങ്ങി ഇവിടെ വരാൻ നീ ഒരു അവസരം തന്നെ. ഇന്ന് രാത്രി എന്നോട് ദൈവം പറഞ്ഞ, ഇന്ന് രാത്രി ഇവിടെ പറയാൻ വേണ്ടി പ്രേരിപ്പിച്ച ദൈവിക വെളിപ്പാട് ഞാൻ പറഞ്ഞു. എന്റെ കർത്താവ് അവരെ അനുഗ്രഹിക്കണം. ഇന്ന് രാത്രി ദൂത് കേട്ട ആരും ഇനി ആ പഴയ പാമ്പിന്റെ വായിൽ പൊടിയായി പോകരുത്. ഇനി ആർക്കും തട്ടിക്കളിച്ച് നടക്കാൻ, എങ്ങോട്ടും നടക്കാൻ പറ്റുന്ന, ആർക്കും വളച്ചെടുക്കാൻ പറ്റുന്ന എന്റെ കർത്താവെ അവർ കല്ലായിരിക്കട്ടെ. ആത്മീയ ഗ്രഹത്തിന്റെ പണി നടക്കുന്നല്ലോ, ഈ കല്ലുകൾ അതിലേക്ക് ചേർത്ത് വെച്ച് പണി കർത്താവേ ഇനി താമസിക്കരുതേ, ഇനി താമസിക്കരുതേ. ദൈവത്തിന്റെ വചനം ഇരുമ്പെഴുത്താണി കൊണ്ട് എഴുതിയതുപോലെ ഇവിടെ മാംസപ്പലകെന്ന് ചരിത്രത്തിന് മായ്ക്കാൻ കഴിയാതെ ഇത് അങ്ങനെ ആയിരിക്കട്ടെ. എനിക്ക് തന്നെ അവസരത്തിനായി സ്തോത്രം. ഞാൻ ഈ സഭയെ കുറിച്ച് ദൈവാത്മാവിൽ പറഞ്ഞ വാക്ക് ഒരിക്കൽ കൂടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഈ വർഷം ഒരു കൺവെൻഷൻ അവർ ക്രമീകരിച്ചിട്ടുണ്ട്. ദൈവമേ, ഒരു വലയിറക്കലാണ്. ഒന്നിച്ചു പ്രാർത്ഥിക്കുക. പോലെ രണ്ട് പടക നിറയുമാറ്, പടക നിറയുമാറ്. യേശുവിൻ നാമത്തിൽ പ്രാർത്ഥിക്കുന്നത് കേൾക്കുമാറാകണമേ.